السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. ربي തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയുടെ PSC പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു ഡിസ്കഷനിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന UP അറബിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് നമ്മളുള്ളത്. 2 സെഷനുകൾ കഴിഞ്ഞു. അതിൽ അറബിക് ഗ്രാമർ, അറബിക് പെഡഗോജി ഇവ രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് തന്നെ നമ്മൾ നടത്തുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നിട്ടുള്ള ഇൽമുൽ ബലാഗ, ഇൽമുൽ അറൂള്, നഖ്ദ്, അതോടൊപ്പം അൽ അദബുൽ അറബി, ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് പരിശോധിച്ച ആളുകളാണ്. ആ സിലബസിൽ വന്നിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ തന്നെയാണ് എക്സാമിൽ വന്നിട്ടുള്ളത്. തികച്ചും സിലബസ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ എന്ന് തന്നെ നമുക്ക് പറയാം. അതോടൊപ്പം ഒരുപാട് ആളുകൾ, നമ്മുടെ വിന്നേഴ്സ് ഗ്രൂപ്പിലൊക്കെയുള്ള ആളുകളൊക്കെ അൽഹംദുലില്ലാ നല്ല പ്രതികരണമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പഠിച്ച ആളുകൾക്കൊക്കെ എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഏത് എക്സാം കഴിയുമ്പോഴും നെഗറ്റീവ് മാർക്ക് വീഴുക എന്നുള്ളത് നമ്മൾക്ക് പരിചയമുള്ളതാണ് എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. പഠിച്ചവർക്കൊക്കെ അല്പം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഫീഡ്ബാക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാലും ഉണ്ടാവും വിലയിരുത്തലുകൾ, അല്ലെ? എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച രൂപത്തിൽ വന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ലിറ്ററേച്ചർ ഒരുപാട് ആളുകൾ ആ ഭാഗം മാത്രം ഫോക്കസ് ചെയ്തു. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ തീരെ വന്നില്ല, അല്ലെങ്കിൽ കുറച്ചേ വന്നുള്ളൂ എന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ നോക്കാതെ, അല്ലെങ്കിൽ ലിറ്ററേച്ചർ കുറച്ചേ നോക്കിയിട്ടുള്ളൂ, അവർക്ക് ഭാഷ നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഗ്രാമർ അറിയുന്ന ആളുകൾ, ബലാഗയും അറൂള് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നുകൂടെ എളുപ്പമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്ത രൂപത്തിലാണ് ഏത് എക്സാം കഴിഞ്ഞാലും വിലയിരുത്തലുകൾ ഉണ്ടാവുക. അപ്പൊ അത് പണ്ട് നമ്മൾ ഒരു കഥ കേൾക്കാറുണ്ട്. 4 അന്ധന്മാരായ ആളുകൾ ആനയെ കാണാൻ പോയ സംഭവം. അവരോരോരുത്തരും പിടിച്ചു നോക്കി, ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായം, കാല് പിടിച്ച ആള് പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ ഒരു തൂണ് പോലെയാണ്. ചെവി പിടിച്ച ആള് പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ ഒരു മുറം പോലെയാണ്. അതുപോലെ തന്നെ ഓരോരോ ഭാഗങ്ങൾ പിടിച്ച് ഓരോരുത്തരും വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വിലയിരുത്തലുകളും. അപ്പൊ അതിലൊന്നും വലിയ കഥയില്ല എന്ന് മനസ്സിലാക്കാം. ആരാണോ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് എക്സാം എളുപ്പമായിരിക്കും. അതൊരു വസ്തുതയാണ്. പിന്നെ ഇത്തരം ഡിസ്കഷനൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് പരമാവധി അടുത്ത എക്സാമിലേക്ക് എങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് വിലയിരുത്തുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ സിലബസ്, ഞാൻ വിന്നേഴ്സിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിൽ സിലബസ് പരിചയപ്പെടുത്തിയപ്പോൾ ഷോർട്ടായി പറഞ്ഞ ഒരു ഭാഗമാണത്. എന്ന് വെച്ചാൽ നമ്മുടെ സിലബസിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം. 1, താരീഖുൽ അദബുൽ അറബി, ഇൽമുൻ നഹ്വ്, ഇൽമുൽ ബലാഗ വൽ അറൂൾ, അൽ അദബുൽ അറബി അൽ ഹിന്ദി, അതിൽ തന്നെ കേരളത്തിലെ ലിറ്ററേച്ചർ, പിന്നെ തുറുഖു തദ്രീസ് അല്ലെങ്കിൽ അറബിക് പെഡഗോജി, അത്തർജുമ ട്രാൻസ്ലേഷൻ, മാലൂമാത്ത് അൽ ആമ. ഇത്രയും ഏരിയയിൽ നിന്നാണ് സാധാരണഗതിയിൽ നമുക്ക് ചോദ്യം വരിക. അതിൽ കുറച്ച് കൂടുതൽ ഏരിയ വരുന്ന ഭാഗമാണ് താരീഖുൽ അദബുൽ അറബി. എന്ന് വെച്ചാൽ നമുക്ക് വൈഡായി പഠിക്കാനുള്ള ഒരു ഏരിയയാണ്. അപ്പൊ അതിൽ ഒരുപാട് ഏരിയകൾ വരുന്നു. ജാഹിലി ലിറ്ററേച്ചർ, ഇസ്ലാമിക് ലിറ്ററേച്ചർ, ഉമവി ലിറ്ററേച്ചർ, അബ്ബാസി ലിറ്ററേച്ചർ. അതുപോലെ തന്നെ 2 ഏരിയകൾ, അദബുൽ മഹ്ജർ, അതേപോലെ തന്നെ സ്പെയിൻ ലിറ്ററേച്ചർ. അവിടെയും ചെറിയ ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. പിന്നെ മോഡേൺ ലിറ്ററേച്ചർ വൈഡായ ഒരു ഏരിയയാണ്, അബ്ബാസി കാലഘട്ടത്തെ പോലെ തന്നെ.
അതുപോലെ ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചർ. ഇത്രയും ഏരിയയാണ് നമുക്ക് ഒരു ലിറ്ററേച്ചർ എന്ന അർത്ഥത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വളരെ കുറവ് വന്നു എന്ന് തോന്നും. എന്നാലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, 100 ക്വസ്റ്റ്യനിൽ 80 ക്വസ്റ്റ്യനാണ് അറബിക്കിലുള്ളത്, നമുക്കൊക്കെ അറിയാം. ആ 80 ക്വസ്റ്റ്യനിൽ ഈ ഒരു ലിറ്ററേച്ചറിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ഏകദേശം വരാം അല്ലെ? നമുക്കും അത് ചെറിയ ചിന്ത അവിടെ നൽകാവുന്നതാണ്. കാരണം ബലാഗയുണ്ട്, അറൂലുണ്ട്, അതുപോലെ തന്നെ അറബിക് ഗ്രാമർ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, മറ്റു ഈ പറയപ്പെട്ട അറബിക് പെഡഗോജി ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ലിറ്ററേച്ചറിൽ നിന്നും നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? കാരണം ലിറ്ററേച്ചർ എന്ന അർത്ഥത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അപ്പൊ അതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്തു, ലിറ്ററേച്ചറിൽ നിന്ന് ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറിൽ നിന്ന് ചോദ്യം വന്നു. ബാക്കിയുള്ള ഓരോ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാം. പിന്നെ ചോദ്യം വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത് നമ്മുടെ തോന്നലാണ്. കാരണം കൂടുതൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗത്ത് നിന്ന് മാത്രം ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് വസ്തുത. എന്നതല്ലാതെ ചോദ്യം വരാതിരുന്നിട്ടില്ല. ഇനി നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് കൂടെ പെട്ടെന്നൊന്ന് പറയാം. ഇപ്പൊ സിലബസിൽ ഒരു മൊഡ്യൂളാണ് ഇത്, നഖദ്, ബലാഗ, അറൂല്. ഇവ മൂന്നും ഒന്നിച്ചാണ് നമുക്ക് സിലബസിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതില് താരീഫ്, അതേപോലെ തന്നെ അനാസിറുൽ അദബ്, ഈ 2 ഏരിയയാണ് പ്രത്യേകമായി ഇവിടെ ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നാക്കിദുകളെ കുറിച്ച് സ്വാഭാവികമായിട്ടും ചോദ്യം വരാം. അത് നമ്മൾ ലിറ്ററേച്ചറിന്റെ ഏരിയയിൽ തന്നെ പഠിക്കുന്ന ആളുകൾ തന്നെയുമാണ്. അതുപോലെ ബലാഗയില് തഷ്ബീഹ്, ഇസ്തിആറ, മജാസ്, അതുപോലെ തന്നെ ഇൽമുൽ ബദീഇല് സജ്അ്, ജിനാസ്, ഇഖ്തിബാസ്, തിബാഖ, മുഖാബല. ഇത്രയാണ് സിലബസിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിനോട് കൂടെ തന്നെ ഇൽമുൽ മആനി സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കണം. ഇൽമുൽ ബലാഗയിൽ തന്നെ ഹിനായ, അതേപോലെ അനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. ഇൽമുൽ അറൂദില് അൽ ബുഹൂർ അശ്ശഅരിയ എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രാഥമികമായി ആ ഭാഗത്ത് നിന്ന് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെ അറൂദിലും നമ്മൾ നൽകിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ നമ്മളൊക്കെ പഠിച്ച ആളുകളാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചോ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് എക്സാമും എളുപ്പമായിരിക്കും. ഇനിയോ ലിറ്ററേച്ചറിൽ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ, അത് ആദ്യം ഈ 3 ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കൂ. എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന് വന്നത് നഖദിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഖയാലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ബലാഗയിൽ നിന്ന് 9 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതുള്ളത്, അല്ലെങ്കിൽ ആ ഏരിയ, അതായത് ഫസ്ല് വസ്ല് എന്ന് പറയുന്ന ഏരിയ. ബാക്കി എല്ലാ ഏരിയയും പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഫീഡ്ബാക്ക് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ബലാഗയിലെ ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിയില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ അറിയാത്തത് കൊണ്ട് അത് മാത്രം മാറ്റിവെച്ച് ബാക്കിയെല്ലാം ശരിയാക്കി എന്ന് എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതേപോലെ തന്നെ അറൂദിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ആ രൂപത്തിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യൻ നേരെ അറൂദുമായി ബന്ധപ്പെട്ട് തന്നെ അങ്ങനെ വന്നു. പിന്നെ ബഹർ ചോദിച്ച 2 ക്വസ്റ്റ്യൻ, അത് നമുക്ക് 2 അർത്ഥത്തിലും പറയാം. ലിറ്ററേച്ചറിന്റെ ഏരിയയിൽ നിന്ന് എന്ന് പറയാം. കാരണം ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയിലെ ചോദ്യം രണ്ടും ഒരേ മുഅല്ലഖയിലെ തന്നെ 2 വരികൾ കൊടുത്തുകൊണ്ട് അതിന്റെ ബഹർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടലി 4 ക്വസ്റ്റ്യൻ അറൂദിൽ നിന്ന് വന്നു. അപ്പൊ ടോട്ടൽ ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന് 14 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഒരു മൊഡ്യൂൾ വളരെ പ്രധാനമാണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എടുത്ത സമയത്ത് സൂചിപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. പിന്നെ താരീഖുൽ അദബുൽ അറബിയിൽ നിന്ന് നോക്കൂ, നിങ്ങൾ എത്ര ചോദ്യം വന്നു നോക്കൂ. ജാഹിലി ലിറ്ററേച്ചർ, അവിടെ വന്നിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ നേരെ വന്നു. അതിൽ മുഅല്ലഖയുമായി ബന്ധപ്പെട്ടും ജാഹിലി കവിതകളുമായി അവയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. പിന്നെ 2 ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ ആ അറൂലുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇമ്രുൽ ഖൈസിന്റെ 2 വരികളാണ് ചോദിച്ചത്. അപ്പൊ അതും ജാഹിലി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അതേപോലെ ഇമ്രുൽ ഖൈസിന്റെ തന്നെ ഒരു വരിയിൽ നിന്നാണ് ബലാഗയിലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കാരണം എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വലൈലിൻ കമൗജിൽ ബഹരി എന്ന് പറയുന്ന ചോദ്യം. ആ ചോദ്യം തെറ്റായ ഒരു ചോദ്യമാണ് എങ്കിലും ആ ഒരു ഇമ്രുൽ ഖൈസിന്റെ കവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ എന്തായിരുന്നാലും ജാഹിലി ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് പറയാം. പിന്നെ മുഖ്ലറം ഇസ്ലാം, ആ കാലഘട്ടത്തിൽ നിന്ന് ആകെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അത്
ഖൻസാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഉമവി ലിറ്ററേച്ചറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, അബ്ബാസി കാലഘട്ടത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് വന്നു. അതോടൊപ്പം പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ഒരു വരി നൽകിയിട്ട് അതിന്റെ ആശയം ചോദിച്ചു. അപ്പോ ടോട്ടലി നമുക്ക് 4 എന്ന് തന്നെ പറയാം. മഹ്ജർ ലിറ്ററേച്ചറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതേപോലെ അതിപ്പോ മദാരിസുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാം. അതായത് റാബിത്തത്തുൽ ഖലമിയയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു. അസറുൽ ഹദീസിൽ നിന്ന് ഡയറക്റ്റ് ആയി ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം നമുക്ക് അസറുൽ മുആസിർ എന്ന അർത്ഥത്തിലും വേണമെങ്കിൽ പറയാം, പാഠപുസ്തകത്തിൽ നിന്ന് വന്നിട്ടുള്ള തവക്കുൽ കർമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. പിന്നെ അദബുൽ അറബിയൽ ഹിന്ദി, കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു ഏരിയയാണ്. 10 ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ടോട്ടലി 23 ചോദ്യം ഡയറക്റ്റ് ആയിട്ട് തന്നെ വന്നു എന്ന് പറയാം, പ്ലസ് 2, അങ്ങനെ 25 ചോദ്യങ്ങൾ അദബിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ വെറുതെ നമ്മുടെ ഒരു എക്സാം കഴിഞ്ഞ് ആളുകൾ വെറുതെ വിലയിരുത്തുന്നത് നോക്കിയിട്ട് ഇനിയിപ്പോൾ ലിറ്ററേച്ചർ ഒക്കെ അവഗണിക്കാം എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. മാത്രമല്ല, സിലബസിന്റെ അവസാന ഭാഗത്ത് കൊടുത്തത് നമുക്കറിയാം. സിലബസിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, ഇതാണ് സിലബസ് എങ്കിലും നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷനായി പഠിക്കുന്ന പിന്നെ ഡിഗ്രിയിൽ നിന്ന്, അല്ലെങ്കിൽ എന്താണോ ഈ ഒരു PSC എഴുതാൻ വേണ്ട ക്വാളിഫിക്കേഷൻ, അതിന് വരാവുന്ന സിലബസ് ഒക്കെ സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാമിനും വരാമെന്നും, അതുപോലെ ഇനി ഈ സിലബസിൽ നിന്ന് തന്നെ പൂർണ്ണമായും എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം ഇടണമെന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെയും ചോദ്യം വരാമെന്നൊക്കെ കൃത്യമായി സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് വ്യവസ്ഥാപിതമായി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം, ആളുകൾ 40-45 ലക്ഷമൊക്കെ കൊടുത്താണ് ഒരു പോസ്റ്റ് എന്ത് ചെയ്യണത്, കയറുന്നത്, ഒരു പോസ്റ്റിൽ കയറുന്നത്. അതാണ് നമുക്ക് ഒരു ടെസ്റ്റിലൂടെ കിട്ടുന്നത് എങ്കിൽ അല്പം അധ്വാനിച്ചെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും അത് കിട്ടുള്ളൂ. അപ്പോ ആ അർത്ഥത്തിൽ നമ്മൾ പഠനം സജീവമാക്കുക എന്നുള്ളതല്ലാതെ ഈ ഒരു ക്വസ്റ്റ്യനെ പഴിച്ചത് കൊണ്ടൊന്നും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത എക്സാമിൽ നമുക്ക് ഓരോരുത്തർക്കും തിളങ്ങാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. അൽ മുഅല്ലഖാതു തുഅറഫു ബിൽ മുഹദ്ദബാത്ത്. മുദഹബാത്ത് എന്നാണ് ശരിക്ക്, മുദഹബാത്ത്. വ തുഅറഫു ബിസ്മി ഡാഷ് ഐലൻ. മുദഹബാത്ത് എന്ന പേരിൽ മുഅല്ലഖ അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം അത് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു താഴെ കൊടുത്തതിൽ. അത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോവും. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ. എല്ലാവരും ആൻസർ ചെയ്തതുപോലെ അസ്സുമൂത്ത് എന്നുള്ളതാണ്. അപ്പോ മുഅല്ലഖാത്തിന് മറ്റു ചില പേരുകൾ കൂടിയുണ്ട്, നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട പേരുകൾ ഈ 4 എണ്ണമാണ്. ഒന്ന് മുഅല്ലഖാത്ത് എന്നുള്ളത് തന്നെ, പിന്നെ അസ്സബഉ തിവാൽ, അസ്സുമൂത്ത്, അൽ മുദഹബാത്ത്. ഇവ 4ഉമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പേരുകളായിട്ടുള്ളത്. അസ്സബഉ തിവാൽ എന്ന് വെച്ചാൽ ഏറ്റവും നീളമുള്ള 7 ഖസീദകൾ എന്ന അർത്ഥത്തിൽ. കാരണം അന്നത്തെ കവിതകളിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കവിതകളായിരുന്നു മുഅല്ലഖകൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് അവർ ഏറ്റവും തെരഞ്ഞെടുത്ത കവിതകളാണത്. അതുപോലെ അസ്സുമൂത്ത് എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകളൊക്കെ അവരുടെ കഴുത്തിൽ അണിയുന്ന വിലപിടിപ്പുള്ള മാലകൾക്കാണ് പറയാം. അപ്പൊ ഇവർ അതിന് നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കുറിക്കുന്ന ഒരു പേരാണത്. സിംതുൻ ജമ്മാണ് സുമൂത്ത് എന്ന് പറയുന്നത്. പിന്നെ മുദഹബാത്ത് എന്ന് പറയുമ്പോൾ അവർ ഈ കവിതകൾക്ക് നൽകിയ സ്ഥാനം കാരണം സ്വർണ ലിപികളാൽ എഴുതി അത് കഅബയുടെ ചുമരുകളിൽ തൂക്കിയിട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അൽ മുദഹബാത്ത് എന്ന പേര് അതിന് വന്നിട്ടുള്ളത്. മുഅല്ലഖാത്ത് എന്ന് പറയുന്നത് ആ കെട്ടിത്തൂക്കി എന്ന ആ ഒരു അർത്ഥത്തിലാണ് ആ പേരും വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, അൽ ഇബ്തിദാഉ ബിദിക്രിൽ അത്ലാലി വദ്ദിയാർ മിൻ മുമയ്യിസാത്തി ശിഅർ. എന്ന് വെച്ചാൽ വീടുകളെ കുറിച്ച് അല്ലെങ്കിൽ പഴയകാല ആ വീടുമായി ബന്ധപ്പെട്ട അതിന്റെ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞുകൊണ്ട് കവിത ആരംഭിക്കുക എന്നുള്ളത് ഏത് കാലഘട്ടത്തിലെ കവിതയുടെ പ്രത്യേകതയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചോദ്യമാണ്. അതെ, ഓപ്ഷൻ സി തന്നെയാണ്. അൽ ജാഹിലി, അല്ലെ, ജാഹിലി കാലഘട്ടത്തിലെ കവിതയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണത്. ഇതേ ചോദ്യം നമ്മൾ ഷുവർ ഷൂട്ട് അവസാന സമയത്ത് നടന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾ മറ്റൊരു ചോദ്യം
കേട്ടറ്റിന് ചോദിച്ചൊരു ചോദ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ആ ചോദ്യം. അൽ ഖസീദത്തുൽ ജാഹിലിയ തബ്ദഉ ആദത്തൻ ബി, അല്ലെ? തബ്ദഉ ആദത്തൻ ബി എന്ന് പറഞ്ഞ് നമ്മൾ ഈ ചോദ്യം ചർച്ച ചെയ്തിരുന്നു. വസ്ഫുൽ അത്തുലാൽ എന്ന ഓപ്ഷൻ ഡി. അപ്പോ അവിടെ നമ്മൾ പറഞ്ഞു സാധാരണഗതിയിൽ ജാഹിലി കവിതകളൊക്കെ ആരംഭിക്കാറുണ്ടായിരുന്നത് ആ രൂപത്തിലായിരുന്നു. അതിൽ തന്നെ മുഅല്ലഖയിൽ 3 കവിതകൾ ഇതേ രൂപത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇമ്രുൽ ഖൈസിന്റെ, സുഹൈർ ബിൻ അബി സൽമയുടെ, തൊറഫയുടെ ഒക്കെ മുഅല്ലഖ ഈ രൂപത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് വൺ, ലിമാദ തുഅദ്ദു അൽ ഖൻസാ മിന അശ്ശുഅറാഇൽ മുഖ്ലറമീൻ. ഖൻസാ എന്തുകൊണ്ടാണ് മുഖ്ലറമൂൻ കവികളിൽ എണ്ണപ്പെടുന്നത്? ഓക്കെ, ഓപ്ഷൻ ബി തന്നെയാണ് ഈ കൊടുത്തതിൽ എന്തായിരുന്നാലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നത്. ഇപ്പോ ശരിക്കും മുഖ്ലറം കവി അല്ലെങ്കിൽ കവയത്രി എന്ന് പറയുമ്പോൾ 2 കാലഘട്ടത്തിലും ജീവിച്ചാൽ മാത്രം പോരാ. 2 കാലഘട്ടത്തിലും കവിതകൾ കൂടി രചിച്ച ആളുകൾക്കാണ് ആ രൂപത്തിൽ പറയാ. ഇപ്പൊ ഇതുപോലെ ലബീദ് ബിൻ റബീഅ അൽ ആമിരി, അദ്ദേഹം ജാഹിലി കാലഘട്ടത്തിൽ ജീവിച്ചു, അക്കാലഘട്ടത്തിൽ കവിത രചിച്ച ആളാണ്. എന്നാൽ ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹം പിന്നെ എന്ത് ചെയ്തിട്ടില്ല, കവിതകൾ രചിച്ചിട്ടില്ല. ആകെ ഒരൊറ്റ കവിത, ഒരു വരി മാത്രമാണ് പാടിയെന്ന് പറയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ഹസൻ സയ്യാത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അന്നഹു ഉദ്ദ ജാഹിലിയൻ, ജാഹിലി കവിയാണ്. ഇസ്ലാമിക കാലഘട്ടത്തിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ടെങ്കിലും, കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം കവിത രചിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്. എന്നാൽ ഖൻസാ പ്രത്യേകമായി അറിയപ്പെട്ട ആളാണ്, 2 കാലഘട്ടത്തിലും കവിത രചിച്ച ആൾ എന്ന രൂപത്തിൽ അറിയപ്പെട്ട ആളായതുകൊണ്ട് ആണ് ഇവിടെ ഈ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. ലി അന്നഹ ആഷത് ഫിൽ ജാഹിലിയ സുമ്മ അദ്റകത്തിൽ ഇസ്ലാം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് അതിൽ ശരിയായിട്ടുള്ളത്. ഇനി മുഖ്ലറം എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാം. എന്ന് വെച്ചാൽ ഷാഇറുൻ മുഖ്ലറമുൻ എന്ന് പറഞ്ഞാൽ ഖള അവ്വല ഉംരിഹി ഫിൽ ജാഹിലിയ വ ആഖിറഹു ഫിൽ ഇസ്ലാം. ജാഹിലി കാലഘട്ടത്തിൽ ജീവിതം കഴിച്ചുകൂട്ടി, അതേപോലെ തന്നെ അവസാന കാലഘട്ടം ഇസ്ലാമിക കാലഘട്ടത്തിലും കഴിച്ചുകൂട്ടി. അങ്ങനെ ഒരാൾക്ക് ഷാഇറുൻ മുഖ്ലറം എന്ന് പറയാം. ഇനി മുഖ്ലറം എന്ന് പറഞ്ഞാൽ ഹുവല്ലദി അദ്റകൽ ജാഹിലിയ വൽ ഇസ്ലാം. എന്നാൽ ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വശുഅറാ ഉൽ മുഖ്ലറമൻ ഹുമുല്ലദീന ആശു ഫിൽ ജാഹിലിയത്തി വഫിൽ ഇസ്ലാം നളമു അശ്ശഅറ ഫിൽ അഹദൈൻ അൽ ജാഹിലിയ വൽ ഇസ്ലാം. അപ്പോ 2 കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾക്ക് ഭാഷാപരമായി തന്നെ അദ്ദേഹം ഒരു മുഖ്ലറമാണ് എന്ന് പറയാം, അല്ലെ? അബ്ദുല്ലാഹിബ്നു മുഖഫ നമുക്കറിയാം, ഉമവി കാലഘട്ടത്തിൽ ജീവിച്ചു. അവസാന 10 വർഷം അബ്ബാസി കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദീബുൻ മുഖ്ലറമുൻ എന്ന് ഭാഷാപരമായി പറയാം, കാരണം അദ്ദേഹം 2 കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് എന്ന അർത്ഥത്തിൽ. ഓക്കെ, അപ്പോ അത് നമുക്ക് ചലഞ്ച് ചെയ്താൽ കിട്ടിക്കോളണമെന്നൊന്നുമില്ല. കാരണം ഹസൻ സയ്യാത്ത് ഈ ഒരു പിന്നെ ഇയാളെ കുറിച്ച്, ലബീദ് ബിൻ റബീഅ അൽ ആമിരിയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം 2 കാലഘട്ടത്തിലും ജീവിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇസ്ലാമിക കാലഘട്ടത്തിൽ അദ്ദേഹം കവിത രചിച്ചിട്ടില്ല. അതുകൊണ്ട് ഉദ്ദ ഷാഇറൻ ജാഹിലിയൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത്. ഓക്കെ, എന്നാൽ ഖൻസാ ഇതിൽ പ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ്. 2 കാലഘട്ടത്തിലും ജീവിച്ചു, കവിതകൾ രചിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ പിന്നെ അവരെ കുറിച്ച് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ എത്ര മാത്രം കൊടുത്താൽ മതി. ലിഅന്നഹ ആഷത് ഫിൽ ജാഹിലിയ സുമ്മ അദ്റകത്തിൽ ഇസ്ലാം എന്ന് കൊടുത്താൽ തന്നെ ഈ ഒരു അർത്ഥത്തിൽ പറയാവുന്നതാണ്. ഇനി ഈ നമ്മളിപ്പോ ഇതൊരു അടുത്ത എക്സാമിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന അർത്ഥത്തിൽ കൂടി നിങ്ങൾ ഈ ഡിസ്കഷനെ കാണണം, അപ്പോഴാണ് നമുക്ക് പ്രയോജനപ്പെടാം. അപ്പൊ അതുകൊണ്ട് അശ്ശുഅറാ ഉൽ മുഖ്ലറമൂൻ എന്ന ഗണത്തിൽ വരുന്നവർ പ്രധാനമായും 4 പേരാണ്. ഹസ്സാൻ, കഅബ് ഇബ്നു സുഹൈർ, ഹുത്വൈഅ, ഖൻസാ. ഇവര് 4 പേരുമാണ്. അപ്പൊ ഇതില് 2 പേരെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ പേര് കൂടെ എന്ത് ചെയ്യുക, ശരിക്കും നോക്കി വെക്കുക. ഹുത്വൈഅ, അതേപോലെ തന്നെ ഖൻസാ. ഖൻസാന്റെ പേര് തുമാലിർ എന്നാണ്, ഹുത്വൈഅയുടെ പേര് ജർവൽ എന്നാണ്. പിന്നെ അനുബന്ധമായി നമ്മൾ നോക്കേണ്ടവയൊക്കെ നോക്കുക. ഈ 4 പേരെ കുറിച്ച് എന്തായിരുന്നാലും നോക്കണം. അതോടൊപ്പം എന്ത് ചെയ്യുക, ഈ മുഖ്ലറമുൻ കവികളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അബ്ദുല്ലാഹിബിൻ റവാഹ, അന്നാബിഗത്തുൽ ജഅദി, കഅബ് ഇബ്നു മാലിക്, അബൂ ദുബൽ ഹദലി. ഇത്രയും ആളുകൾ ഇവരിൽ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത് ഈ ആദ്യത്തെ 4 പേരെ കുറിച്ചാണ് എന്ന് മാത്രം.
അടുത്തൊരു ചോദ്യം. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിൽ സ്പെയിൻ ലിറ്ററേച്ചർ അല്ലാത്ത ഏരിയയിൽ നിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ അർത്ഥത്തിലൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിനെ പരാതിപ്പെടുത്താനൊന്നും പറ്റില്ല. ഓരോ ഭാഗത്തു നിന്നും നോക്കി നിങ്ങൾ ഒരു ചോദ്യമെങ്കിലും വന്നു അല്ലെ. ജാഹിൽ ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് 2 ചോദ്യം നേരെ ഡയറക്റ്റ് ആയി പറഞ്ഞു. നമ്മൾ 60ന്റെ ഭാഗത്ത് 2 ക്വസ്റ്റ്യനും വരുന്നുണ്ട്. ഓക്കെ. ഉമർ അസാനി ഖലീഫത്തും മിനൽ ഖുലഫാ. അപ്പോ ഉമവി കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കൊക്കെ അറിയുന്ന സിമ്പിളായ ഒരു ചോദ്യമാണ്. ഉമവി ഭരണാധികാരിയായിരുന്നു. ആരാണത്? ഉമർ അസാനി. ഉമർ അസാനി. അതെ, ഓക്കെ. അതോടൊപ്പം ടെക്സ്റ്റ് പുസ്തകത്തിലും വന്നിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. ശരി, ഉമർ അസാനി ആരാണ് ആള്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അല്ലേ? അപ്പോ ഉമവി കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം. അക്കാലഘട്ടത്തിലെ ഭരണാധികാരികൾ, ആ ഭരണാധികാരികളെ കുറിച്ച് ഏത് കാലഘട്ടത്തെ കുറിച്ചാണെങ്കിലും നമ്മൾ മൊത്തത്തിൽ ചെറിയ ഒരു ധാരണ നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്തും നമുക്കത് പ്രയോജനപ്പെടും. അബ്ബാസി കാലഘട്ടം പറയുമ്പോൾ അതിന്റെ തുടക്കം സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആ അബ്ബാസി കാലഘട്ടം, അതിന്റെ തുടക്കക്കാരനായിട്ടുള്ള ആള് മുഅസ്സിസ് ആരാണ്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. കാരണം അധിക കവികളും റിലേറ്റഡ് ആയി നിൽക്കുന്നത് ഈ ഒരു കൊട്ടാര കവികളായി വരുന്ന ആളുകളാണ്. അപ്പൊ അവരാരൊക്കെ മദ്ഹ് ചെയ്തു, അതേപോലെ തന്നെ ചില കവികളെ വധിച്ചത് ഖലീഫമാരാണ്. അപ്പോ നമുക്ക് ചരിത്രം പഠിക്കാൻ, ലിറ്ററേച്ചറിന്റെ ചരിത്രം പഠിക്കാൻ എളുപ്പമാവും ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ. ഉമവി ഖലീഫമാരെ കുറിച്ച് പറയുമ്പോൾ ടോട്ടൽ എത്ര ഖലീഫമാരാണുള്ളത്? ഉമവി ഖലീഫമാർ ടോട്ടൽ എത്രയാണ്? അതെ, 14 ഖലീഫമാരാണ്. അതിൽ എത്രാമത്തെ ഖലീഫയാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല. അതെ, 8ാമത്തെ ഖലീഫയാണ്. അപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു ആണ് അതിന്റെ മുഅസ്സിസായി അറിയപ്പെടുന്നത്. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ 41 മുതൽ 60 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. യസീദ് ബിൻ മുആവിയ, മുആവിയത്ത് ബിൻ യസീദ്, മർവാൻ ബിൻ ഹക്കം, അതുപോലെ തന്നെ അബ്ദുൽ മലിക് ബിൻ മർവാൻ. അബ്ദുൽ മലിക് ബിൻ മർവാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാലഘട്ടം ഓർത്തു വെക്കണം. 65 മുതൽ 86 വരെയാണ്. അദ്ദേഹമാണ് ആദ്യം ഇസ്ലാമിലെ ഒരു നാണയം അടിച്ച ആൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവ്വലു മൻ സക്കൻ നുഖൂദ് ഫിൽ ഇസ്ലാം. പിന്നെ വലീദ് ബിൻ അബ്ദുൽ മലിക്, അദ്ദേഹവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ്. 86 മുതൽ 96 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. പ്രധാനപ്പെട്ട വിജയങ്ങളെല്ലാം നേടിയെടുത്ത ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഫതഹുൽ മഗ്രിബ്, അതേപോലെ തന്നെ ഉന്ദുലുസ്, ഹിന്ദ്, സിന്ധ് ഒക്കെ ജയിച്ചടക്കിയ ഒരു ഭരണാധികാരിയാണ് വലീദ് ബിൻ അബ്ദുൽ മലിക്. പിന്നെ അടുത്തത് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, 96 മുതൽ 99 വരെ. അതിൽ കഴിഞ്ഞ 2023 HSST എക്സാമിനേഷൻ ഒരു ചോദ്യം വന്നിരുന്നു. കുസ്തൻതീനിയ ജയിച്ചടക്കിയ ഭരണാധികാരി ആര് എന്ന രൂപത്തിൽ. ഹിജ്റ 98 സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ്, യസീദ് ബിൻ അബ്ദുൽ മലിക്, ഹിഷാം ബിൻ അബ്ദുൽ മലിക്, അൽ വലീദ് ബിൻ യസീദ്, യസീദ് ബിൻ വലീദ്, ഇബ്രാഹിം ബിൻ വലീദ്. അവസാനത്തെ ഭരണാധികാരിയും ഓർത്തു വെക്കുക, മർവാൻ ബിൻ മുഹമ്മദ്. അദ്ദേഹമാണ് 132 വരെ, എന്ന് വെച്ചാൽ അവസാന കാലഘട്ടം വരെയുള്ള ആള്. എന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ചേർത്ത് നമ്മൾ പഠിക്കുന്ന ഒരു സാഹിത്യകാരനുണ്ട്. അതാരാണ്? എന്ന് വെച്ചാൽ അദ്ദേഹം മരിക്കുന്ന അതേ സമയത്ത് തന്നെ മരിക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ഒരാള്. അതെ, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. ശരി, അടുത്തൊരു ചോദ്യം. അലസ്തും ഖൈറ മൻ റക്കിബൽ മത്വായ വ അന്തൽ ആലമീന ബിതൂനി റാഹിൻ ഹാദൽ ബൈത്തു മിൻ ഖസീദ അല്ലത്തി അൻഷദഹ അമാമ അബ്ദുൽ മലിക്. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മുമ്പിൽ വെച്ച് താഴെ നൽകിയിട്ടുള്ള ഏതോ ഒരു കവി പാടിയിട്ടുള്ള വരിയാണിത്. ഓക്കെ, ശരിയാണ്. എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ എ ആണ്. കാരണം ജരീറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എപ്പോഴും പഠിക്കുന്ന ഒരു വരിയാണിത് അല്ലെ. ഓരോരുത്തരെ നമ്മൾ പഠിക്കുമ്പോഴും പ്രധാനപ്പെട്ട ചില വരികൾ പഠിക്കാറുണ്ട്. അതിൽ ജരീർ ഇബ്നു അത്തിയ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് അലസ്തും ഖൈറ മൻ റഖിബൽ മത്വായ വ അന്തൽ ആലമീന ബിതൂനി റാഹിൻ എന്ന് പറയുന്ന വരി അബ്ദുൽ മലിക് ബിൻ മർവാനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പാടിയ വരിയാണ്. ജരീറിന്റെ കാലഘട്ടം ഹിജ്റ 28 മുതൽ 110 വരെയാണ്. അപ്പോ അശ്വറ ഉൽ മുസല്ലസ് എന്ന പേരിൽ അറിയപ്പെടുന്ന 3 പേർ ഉമവി കാലഘട്ടത്തിൽ. എന്തായിരുന്നാലും അവരെ നോക്കണം, എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ജരീർ, ഫറസ്ദഖ്, അഖ്ത്വൽ.
ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ രണ്ടാളെ കുറിച്ചൊക്കെ എപ്പോഴും ഏത് എക്സാമുകൾക്കും ചോദ്യം വരാറുള്ളതാണ്. അതുപോലെ പിന്നെ ആ ഏരിയയിൽ തന്നെ ഗസൽ, ഷോറ ഉൽ ഗസൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട കവികൾ, അതിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ളത് 2 പേര്, ഉമർ ബിൻ അബി റബിയ, അതുപോലെ തന്നെ ജമീൽ ബിൻ മഅമർ. പിന്നെ അതിനോടനുബന്ധമായി വരുന്ന മറ്റു കവികളും ഗസലിൽ തന്നെ അക്കാലഘട്ടത്തിൽ പ്രസിദ്ധരായിട്ടുള്ള കവികളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്തായിരുന്നാലും നോക്കി വെക്കണം. കാരണം സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോ ഇവിടെ ജരീറിനെ കുറിച്ചാണ് ചോദിച്ചത്. അബൂ ഹെർസ ജരീർ ഇബ്നു അത്തിയ അത്തമീമി, തമീം ഗോത്രക്കാരനാണ്. അബൂ ഹെർസ എന്ന കുനിയത്ത് അദ്ദേഹത്തിനുണ്ട്. യമാമയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് 10 മക്കളുണ്ട്. അതില് സമാനിയ ദുക്കൂർ, 8 ആൺമക്കളാണ് അതിലുള്ളത്, 2 പെൺമക്കളാണ് എന്നർത്ഥം. ഇനി ഒരു കാര്യവും കൂടി ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം എപ്പോഴും നമ്മളെ സംബന്ധിച്ച് പരാതിയായി പറയാറുള്ള സംഗതി, ഫോക്കസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ കുറേ പഠിപ്പിക്കും. എന്ന് വെച്ചാൽ കുറേ പഠിപ്പിക്കും എന്നുള്ളത് കൊണ്ട് അവിടെ പഠിക്കുന്നത് ഭാരാണെന്ന് പറയാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു എക്സാമിലും ഒരു പോയിന്റ് നമ്മളിപ്പോൾ അടുത്തൊരു എക്സാമിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയുന്നത് എപ്പോഴാ? ഒരു എക്സാമിൽ അത് ചോദ്യമായി വരുമ്പോൾ നമ്മൾ പറയും അത് പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരാൾ ചോദ്യം ഇടുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യണം, അയാൾക്ക് തോന്നിയ ഒരു കാര്യം പോയിന്റായി അയാൾ ചോദ്യം ഇട്ടാൽ അത് പോയിന്റായി വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ പരമാവധി എന്താ നോക്കേണ്ടത്, ഒരു സാഹിത്യകാരൻ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആളാണെങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എന്തായിരുന്നാലും കവർ ചെയ്യണം. എങ്കിലേ നമുക്ക് ആദ്യ റാങ്കുകളിൽ എത്താൻ കഴിയുള്ളൂ. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അല്പം സമയമെടുത്താലും ഇതേപോലെ പൂർണ്ണമായ രൂപത്തിൽ നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നതും അതേപോലെ തന്നെ നോട്ട്സ് നൽകുന്നതൊക്കെ. അപ്പോൾ അത് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ഇനി വരുന്ന ഓരോ ക്വസ്റ്റ്യനും നോക്കുക. അതായത് അബ്ബാസി കാലഘട്ടത്തിൽ നിന്ന് എത്ര സിമ്പിളായ ചോദ്യങ്ങൾ ചോദിക്കുക നമ്മൾ ഈ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ. ബേസിക് ആയ ചോദ്യങ്ങൾ അങ്ങനെയല്ല ചോദ്യം വന്നത്, ആഴത്തിലുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഇനിയിപ്പോ അതെന്ത് ചെയ്യും, അടുത്തൊരാൾ ഇനി ക്ലാസ് എടുക്കുമ്പോൾ അയാൾ അയാളുടെ നോട്ടിൽ ഇത് ഉൾപ്പെടുത്തും. എന്തേ കാരണം, അതിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറി. അപ്പോ എക്സാമിന് വരുമ്പോൾ മാത്രം അതൊരു പോയിന്റായി മാറുകയും അല്ലെങ്കിൽ അതൊന്നും പഠിക്കേണ്ടതില്ല എന്നൊരു സമീപനമല്ല. നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, സിലബസിൽ വന്ന ഭാഗങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കാൻ സാധിക്കോ അത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് കരണീയമായിട്ടുള്ള കാര്യം. ഇനി ഇഷ്തഹറ ഫിൽ ഹിജാൽ, അദ്ദേഹം ആക്ഷേപ കാവ്യത്തിലാണ് പ്രാധാന്യം നേടിയിട്ടുള്ളത്. ഞാനത് പറയാനുള്ള കാരണം എന്താ പറയുക, ഇവിടെ ഇപ്പൊ ലഹു അഷറത്ത് ഔലാദ് ഫിഹിം സമാനിയത്ത് ദുക്കൂർ, ഇതിപ്പോ എല്ലാ ആളുകളും ജരീറിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നോട്ടിൽ ഉണ്ടാവും. ഇതിപ്പോ നമ്മളിപ്പോ ഒരു ലിറ്ററേച്ചർ എന്ന അർത്ഥത്തിൽ അതിലെന്ത് പ്രാധാന്യമുള്ളത്? അയാൾക്ക് 8 മക്കളുണ്ടായിരുന്നു, അതില് 10 മക്കളുണ്ടായിരുന്നു, അതിൽ 2 ആൺമക്കൾ എന്ന് പറഞ്ഞാൽ അത് ലിറ്ററേച്ചറുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ അതിപ്പോ പ്രാധാന്യമാവാൻ കാരണം അതൊരു നെറ്റ് എക്സാമിന് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതെല്ലാവരും ചർച്ച ചെയ്യും. അപ്പൊ ഇതേപോലെ നമ്മൾ പരമാവധി എന്ത് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ഓരോ ഉദബാക്കളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് എന്തർത്ഥത്തിലും എളുപ്പമാവുള്ളൂ എക്സാം. ഇനി നഖായിലിൽപ്പെട്ട ആളാണ് ജരീർ. ബാക്കി 2 ആളുകൾ നമുക്കറിയാം, ജരീറും ഫറസ്ദക്കും അഖ്തലുമാണ്. ഇനി ജരീറിന്റെയും ഫറസ്ദക്കിന്റെയും ഇടയിൽ ഏകദേശം 40 വർഷക്കാലമാണ് ഈ ഒരു നഖായിൽ നടന്നിട്ടുള്ളത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഓർത്തു വെക്കേണ്ട കോട്ടിംഗ്, ജരീർ യഗ്രിഫു മിൻ ബഹർ വൽ ഫറസ്ദഖു യൻഹതു മിൻ സഹർ. മാലിക് പറഞ്ഞതാണ് എന്ന് കാണാം. അതേപോലെ തന്നെ അതല്ല, അഖ്തൽ തന്നെ പറഞ്ഞതാണ് ഈ വാചകം എന്നും കാണാവുന്നതാണ്. ഇത് ഈ 3 ആളുകളുമായി ബന്ധപ്പെട്ടും ചോദിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. ജരീർ യഗ്രിഫു മിൻ ബഹർ വൽ ഫറസ്ദഖു യൻഹതു മിൻ സഹർ. അടുത്ത ചോദ്യം മക്കാമയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇനി അബ്ബാസി കാലഘട്ടത്തിലെ ചോദ്യമാണ്. അപ്പൊ അബ്ബാസി കാലഘട്ടത്തിലെ നസറിൽ നിന്ന് ഒരു ചോദ്യം വന്നു മക്കാമയുമായി ബന്ധപ്പെട്ട്. അപ്പൊ താഴെ കൊടുത്തതിൽ ഈ മക്കാമക്ക് ഒരുപാട് താരീഫുകൾ ഉണ്ട്. അതിൽപ്പെട്ട ഒരു താരീഫ്, ചെറിയ ഒരു താരീഫ് താഴെ നൽകിയതിൽ ഏതോ ഒന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. അതെ, എന്ന് വെച്ചാൽ ഹിക്കായ ഖസീറ തദൂർ ഹൗല ബത്തുലിൻ വറാവിൻ. അല്ലെ, എപ്പോഴും ഈ ഒരു മക്കാമയിൽ ഒരു ബത്തുലും ഉണ്ടാവും, ഒരു റാവിയും ഉണ്ടാവും. അതറിയാത്ത ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ ഹമദാനിയെ കുറിച്ച് അതേപോലെ തന്നെ ഹരീരിയെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ 2 പേരുടെയും റാവിമാരെ കുറിച്ചും അതേപോലെ തന്നെ ബത്തുലുമാരെ കുറിച്ചും നമ്മളെപ്പോഴും കാണാതെ പഠിച്ചിട്ടുണ്ടാവും. അത് മാറാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ 2, ഒരു ഹീറോ ഉണ്ടാവും,
ഈ കവിത പറയുന്ന കഥ പറയുന്ന ഒരു ഹിക്കായ പറയുന്ന ഒരാളുണ്ടാവും. അപ്പൊ അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സാങ്കല്പിക കഥയായിരിക്കും ഈ ഒരു മക്കാമ എന്ന് പറയുന്നത്. അത് ചിലപ്പോ ഏതെങ്കിലും സ്ഥലത്തെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആ കഥയുണ്ടാവുക. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ നമുക്കറിയാം. അതിന്റെ റായിദായി അറിയപ്പെടുന്നത് ഹമദാനിയാണ്. അതോടൊപ്പം പ്രസിദ്ധരായ ആളുകൾ ബദിഉൽ സമാൻ ഹമദാനി, റായിദുൽ മഖാമാത്ത്, അതുപോലെ അബുൽ ഖാസിം അൽ ഹരീരിയാണ് തൊട്ടടുത്ത് വരുന്ന ഇതിൽ ഏറ്റവും പ്രസിദ്ധി നേടിയിട്ടുള്ള ആള്. ഏകദേശം 400ഓളം മക്കാമകൾ ബദിഉൽ സമാൻ അൽ ഹമദാനി എഴുതിയിട്ടുണ്ട്. അതിൽ 50-ലധികം 50, 51, 53 അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അത്രയും മക്കാമകൾ ഇപ്പോഴും ലഭ്യമാണ്. ഇനി ഹരീരി എഴുതിയത് 50 മക്കാമുകളാണ്. 50ഓളം മക്കാമുകളാണ് ഹരീരി എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു ചില ഈ മക്കാമയിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് അസ്സർഖുസ്തി, ഇമാം സമഖ്ശരി, അദ്ദേഹത്തിനും ഇതേപോലെ മക്കാമയുണ്ട്. പിന്നെ അബൂ നസർ അബ്ദുൽ അസീസ് ഇബ്നു ഉമർ അസ്സാദി, ജസ്റ്റ് പേര് നമ്മൾ ഓർത്തു വെച്ചാൽ മതി. എന്തിനു വെച്ചാൽ ചിലപ്പോ ലൈസ മിൻ അസ്ഹാബിൽ മക്കാമാത്ത് എന്ന രൂപത്തിലൊക്കെ ചിലപ്പോ ചോദ്യം വരാവുന്നതാണ്. ഇനി ആധുനിക കാലഘട്ടത്തിൽ ഇതേപോലെ മക്കാമ എഴുതിയ ആളുകളുണ്ട്. അപ്പൊ കൂടുതലായിട്ടൊന്നും എഴുതിയിട്ടില്ല. അവരുടെ ചില കൃതികൾ മക്കാമയുടെ ശൈലിയിൽ എഴുതിയിട്ടുണ്ട്. ഏതുപോലെ ഹാഫിൽ ഇബ്രാഹിം, അതേപോലെ തന്നെ നാസിഫ് യാസിജി, പിന്നെ മുഹമ്മദ് മുവൈലിഹി, ഇവരൊക്കെ ഈ കൂട്ടത്തിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ്. ഹാഫിൽ ഇബ്രാഹിമിന്റെ ഒരു കൃതി ഈ ഒരു മക്കാമയുടെ ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത്. ഏതാണ് എന്നുള്ളത് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. മുഹമ്മദ് മുവൈലിഹി അദ്ദേഹത്തിന്റെ ഒരു കൃതി, നാസിഫ് അൽ യാസിജി അദ്ദേഹത്തിന്റെ ഒരു കൃതി, ഇതൊക്കെ ഈ ഒരു രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളാണ്. ഓക്കെ, അതെ, ലയാലി സഫീഹാണ് ഹാഫിൽ ഇബ്രാഹിമിന്റെ കൃതി. മുഹമ്മദ് മുവൈലിഹിയുടേത് ഹദീസ് ഈസ ബിൻ ഹിഷാം, നാസിഫ് അൽ യാസിജിയുടേത് മജ്മഉൽ ബഹറൈൻ. ഇതൊക്കെ മക്കാമയുടെ ശൈലിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാണ് ഈ ഒരു മോഡേൺ പീരീഡിൽ ഈ മക്കാമയുടെ ആളുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, അല്ലെങ്കിൽ പ്രസിദ്ധരായ ആളുകൾ. ഇനി ബത്തുലും റാവിയും, അതാണല്ലോ ഇപ്പൊ നേരത്തെ അവിടെ ചോദ്യത്തിൽ വന്നത്. അപ്പൊ അത് പ്രത്യേകമായി പറയപ്പെട്ടിട്ടുള്ളത് 3 പേരുടെ മക്കാമകളിലാണ്. ആരുടേതൊക്കെയാണെന്ന് ഹരീരിയുടേത് നമുക്കറിയാം, ബത്തുല് അബൂ സയ്ദ് അസ്സറൂജി, റാവി ഹാരിസ് ഇബ്നു ഹമ്മാം, ഹമദാനിയുടേത് അബുൽ ഫത്തഹ് അൽ അസ്കന്ദരി, ബത്തലാണ്, റാവി ഈസ ഇബ്നു ഹിഷാം. പിന്നെ അതോട് കൂടെ തന്നെ നമ്മൾ ഓർത്തു വെക്കുക, നാസിഫ് യാസിജിയുടേതും ഇതേപോലെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. മൈമൂൻ ഇബ്നു ഹിസാം, അദ്ദേഹമാണ് ഇതിൽ ബത്തലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മൈമൂൻ ഇബ്നു ഹിസാം എന്ന് പറയുന്ന ആളെയാണ്. റാവി ആണെങ്കിൽ സുഹൈൽ ഇബ്നു അബ്ബാദ്. ഓക്കെ, നെക്സ്റ്റ് വൺ. മാ ഹുവ സബബ് അൻ യകൂന അക്സറ ഖസായിദ് അബി നവാസ് ഖസീറൻ വഹുവ അലാ റിഖതിഹി വമുജൂനിഹി. ആലോചിച്ച് നോക്കൂ, നമ്മൾ അബൂ നവാസിനെ കുറിച്ച് എന്തെല്ലാം പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്ത ആളുകളാണ് നമ്മൾ. പക്ഷെ ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഒന്നുകൂടെ നമ്മൾ താരിഖുൽ അദബ് പഠിക്കേണ്ടതില്ല എന്നാണോ ചിന്തിക്കേണ്ടത്? ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം എന്നാണോ ചിന്തിക്കേണ്ടത്? ശരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കണം എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ PSC വഴി ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം തൻഖീഹ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ജാഹിലി കാലഘട്ടം മുതൽ തന്നെ നമുക്ക് ലിറ്ററേച്ചർ പഠിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് കാണാവുന്നതാണ് അല്ലെ? ആരാണ് ജാഹിലി കാലഘട്ടത്തിൽ തൻഖീഹിൽ പ്രസിദ്ധനായിട്ടുള്ളത്? അതെ, സുഹൈർ ഇബ്നു അബി സുൽമ. തൻഖീഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും തസ്ഖീഫ്, അതേപോലെ തഹ്ദീബ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരുന്നത്. അതായത് ഒരു കവിത അവർ രചിക്കും, എന്നിട്ട് ആ ഉടനെ തന്നെ നേരെ ജനങ്ങൾക്കിടയിലേക്ക് പാടുകയല്ല, മറിച്ച് അത് ഒന്നുകൂടെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയമെടുത്ത് കവിത രചിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ രൂപത്തിൽ തൻഖീഹ് നടത്തുന്ന കവികൾ
എന്ന് പറയാറുള്ളത്. അപ്പൊ അതില് ജാഹിലി കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു പ്രക്രിയ നടന്നു വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ ഷാഇറുൽ മുജൂൻ, അതേപോലെ തന്നെ ഈ റിഖത്ത് എന്നൊക്കെ പറഞ്ഞാല് ഇദ്ദേഹം പിന്നെ ആർദ്രത കാത്തു സൂക്ഷിച്ച ആൾ എന്നത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സുതാര്യമായി കാര്യങ്ങൾ പറയുന്ന ആളായിരുന്നു അബൂ നവാസ്. മുൻകാലഘട്ടത്തിലുള്ള പഴയ രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇദ്ദേഹത്തിന് തോന്നിയ രൂപത്തിലൊക്കെ കവിത രചിച്ച ആളാണ് അബൂ നവാസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ കവിത കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. നാഖദീങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിന് കവിതകൾ കുറവാണ് ഈ അർത്ഥത്തിൽ. കാരണം എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് കവിത രചിച്ച ആളായിട്ട് പോലും ഇദ്ദേഹത്തിന് കവിത കുറവാണ്. അതെന്താണ് കാരണം എന്നുള്ളതാണ് പറയുന്നത്. യഖൂമു ബിത്തൻഖീഹ് ഫയഹദഫു അക്സറുഹ വയഖ്തസിറു അലൽ ജയ്യിദി മിൻഹ. അപ്പൊ അദ്ദേഹം എന്താ വെച്ചാൽ തൻഖീഹ് നടത്തും. എന്നിട്ട് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്യുക, കവിത പാടുക. ബാക്കിയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒഴിവാക്കും. എന്നിട്ട് ഏറ്റവും നല്ലതിനെ മാത്രം ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ള രീതിയായിരുന്നു ഈ ഒരു അബൂ നവാസ് സ്വീകരിച്ചിരുന്നത്. നമ്മുടെ സുഹൈർ ബിൻ അബി സുലൈമ നമുക്കറിയാം, ഒരു കവിത അദ്ദേഹം രചിച്ചാൽ 4 മാസം കൊണ്ട് കവിത രചിക്കും. പിന്നെ 4 മാസം അത് സംസ്കരിക്കാൻ എടുക്കും. പിന്നെ 4 മാസം അത് മറ്റു ഷോറാക്കൾക്കിടയിൽ പാടി അതിന്റെ ഒന്നുകൂടി പിന്നെ അവരോട് അഭിപ്രായം ചോദിച്ച് അതിൽ തിരുത്തലുകളൊക്കെ വരുത്തി, അങ്ങനെ ടോട്ടലി 1 വർഷം എടുക്കും കവിത രചിക്കാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിത ഹൗലിയാത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ കവിത രചിച്ച ആളാണ് ഉമവി കാലഘട്ടത്തിൽ നമ്മൾ പ്രസിദ്ധനായി കാണുന്ന ഹുത്തയ്യ, അതുപോലെ അഖ്ത്വൽ. ഇവരൊക്കെ ഈ ഗണത്തിൽ വരുന്ന ആളുകളാണ്. അബ്ബാസി കാലഘട്ടത്തിലാണെങ്കിൽ ഇതേപോലെ അബൂ നവാസ് ഈ ഗണത്തിൽ വരുന്നു. ബുഹ്തുരിയെ കുറിച്ചും പറയപ്പെടുന്നുണ്ട്, അദ്ദേഹവും ഇതേ രൂപത്തിൽ കവിത രചിച്ചിരുന്ന ആളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അബൂ ഹിലാൽ അസ്കരിയൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച്, ബുഹ്തുരിയെ കുറിച്ച് ആ രൂപത്തിലാണ് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോ അബൂ നവാസ് അദ്ദേഹം ഷാഇറുൽ ഖംർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. അബു അലി അൽ ഹസൻ ബിൻ ഹാനി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം 6 വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പിന്നെ യതീമായി കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വളർന്നിട്ടുള്ളത്. ബഷാർ അസാനി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. കാരണം ബഷാർ ഇബ്നു ബുർദിന് ശേഷം അതേ ശൈലിയിൽ കവിത രചിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സാനി ബഷാർ എന്ന പേരിലാണ് അബൂ നവാസ് അറിയപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും പേർഷ്യക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാരിസിയുൽ അസുലാണ്. ഹാറൂൺ റഷീദ്, അതേപോലെ തന്നെ അമീൻ, ഇവരെയെല്ലാം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, മദ്ഹ് ചെയ്ത് കവിതകൾ രചിച്ചിട്ടുണ്ട്. ഹംറിയാത്തിലാണ് ഇദ്ദേഹം ഏറ്റവും അധികം പ്രസിദ്ധി നേടിയിട്ടുള്ളത്. ജാഹിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കോട്ടിംഗ് ആണ് ബഷാർ വ അബൂ നവാസ് മഅനാഹുമാ വാഹിദ് വൽ ഇദ്ദത്തു ഇസ്നാനി എന്ന് പറയുന്ന വാചകം. ഇമാം ഷിഅറുൽ മുജൂൻ, മുജൂൻ വെച്ചാൽ അല്ലഹു വൽ അബസ്, ഇതില് അറിയപ്പെട്ടിട്ടുള്ള ആളാണ് ഷിഅറുൽ മുജൂൻ. എന്ന് വെച്ചാൽ ലഹുവില് അബസല് ഒക്കെ ഇദ്ദേഹം കവിത രചിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം പ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ്. അവ്വലു മൻ തവസ്സഅ ഫി വസ്ഫിൽ ഖംർ, ഖംർ വസ്ഫ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം പ്രസിദ്ധി നേടിയ ആളാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഷാഇറുൽ ഖംറിയാത്ത് എന്നുള്ള വാചകം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖാലൽ അസ്മാഇ, പ്രധാനപ്പെട്ട നമ്മൾ ഒരുപാട് കവികളെ എപ്പോഴും പഠിക്കാറുണ്ട്. അബൂ തമാമ്, അതേപോലെ തന്നെ ബുഹ്തുരി, മുത്തനബി, അങ്ങനെ തുടങ്ങിയ കവികൾ. അവരെ കുറിച്ച് നമ്മൾ പ്രധാനപ്പെട്ട കോട്ടിങ്സ് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നോക്കും. എന്നാൽ ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ സാധാരണ ചോദിക്കുന്ന ആളാണ് ഒരു അബുൽ അത്താഹിയ. അബുൽ അത്താഹിയ കാര്യമായും ചോദിക്കാറുള്ള ഒരു പോയിന്റ് ഏതാണത്? സുഹ്ദിയാത്താണ്, അല്ലെ? സുഹ്ദിയാത്ത്. അപ്പോ അന്നഹു ഇഷ്തഹറ ഫി സുഹ്ദിയാത്ത്, മാത്രമല്ല ഷാഇറു സുഹദ് എന്ന പേരിലൊക്കെയാണ് നമ്മൾ സാധാരണ എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് നോക്കാറുള്ളത്. അപ്പോ അദ്ദേഹത്തെ കുറിച്ച് അസ്മായി പറഞ്ഞ ഒരു വാചകമാണത്, ഇന്ന ഷിഅറഹു കസാഹത്തിൽ മുലൂക്ക്. അദ്ദേഹത്തിന്റെ കവിത എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ ഒരു പിന്നെ മുറ്റം പോലെയാണ്, അവിടെ എല്ലാം കാണും. യഖഉ ഫീഹ അൽ ജൗഹർ
വദ്ദഹബ് വത്തുറാബ് വന്നവ. ഇതെല്ലാം ആ ഒരു മുറ്റത്തിൽ കാണാവുന്നതാണ്, എന്ന് വെച്ചാൽ ആ കവിതയിൽ കാണാവുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള കവിത, ആരുടെ കവിതയെക്കുറിച്ചാണ് ഈ രൂപത്തിൽ അസ്മായി പറഞ്ഞിട്ടുള്ളത് എന്നാണ് അബുൽ അത്താഹിയയുടെ കവിതയെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അബുൽ അത്താഹിയ. അപ്പോ അബുൽ അത്താഹിയ എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പേര് ഇസ്മായിൽ ഇബ്നു അൽ ഖാസിം എന്നാണ് പേര്. ഹിജ്റ 130 മുതൽ 213 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അബു ഇസ്ഹാഖ് എന്ന കുനിയത്തുണ്ട്. വലിദ ഫി ഐനു തംർ, ഐനു തംറിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഉത്ബയാണ് അദ്ദേഹത്തിന്റെ ആഷിഖത്ത്, എന്ന് വെച്ചാൽ സുഹദിലേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പിന്നെ കാമുകിയാണ് ഈ പറയുന്ന ഉത്ബ. അവ്വൽ മൻ ഫതഹ ബാബ സുഹദ് ഫി ഷഅർ, അതുകൊണ്ട് തന്നെ ഷാഇറു സുഹദിയാത്ത് എന്ന പേരിലൊക്കെ ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. സുഹദ് എന്ന് വെച്ചാൽ പരിത്യാഗി, അല്ലെ? പരിത്യാഗിയായിരുന്നു ഇദ്ദേഹം, ഷാഇറു സുഹദ്. ഇനി ഖീല ഇന്ന ശിഅറ അബിൽ അതാഹിയ കസാഹത്തിൽ മുലൂക് യഖഉ ഫീഹ അൽ ജൗഹർ വദ്ദഹബ് വത്തുറാബ് വൽ ഖസഫ്. ഇത് പിന്നെ ആരാണ് ഇപ്പൊ പറഞ്ഞത് എന്നുള്ളതും നമുക്കിവിടെ ചോദ്യത്തിൽ നിന്ന് തന്നെ കിട്ടി. ആരാണ് പറഞ്ഞത്? അസ്മായി പറഞ്ഞ വാചകമാണ്. യഖൂലു അൻ നഫ്സി ലൗ ശിഅ്തു അൻ അജ്അല കലാമി കുല്ലഹു ശിഅറൻ ലഫഅൽതു. ഇത് പ്രധാനപ്പെട്ട ഒരു കോട്ടിംഗ് ആണ്. തന്നെ കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും, എന്റെ എല്ലാ സംസാരവും ഷിഅറാക്കി മാറ്റാൻ എനിക്ക് കഴിയും. മദഹ ഖലീഫത്തൽ മഹദി, മഹദിയെ അദ്ദേഹം പുകഴ്ത്തിയിട്ടുണ്ട്. ബഗ്ദാദിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോ അബ്ബാസി കാലഘട്ടത്തിൽ നിന്ന് എത്ര ചോദ്യങ്ങളായി? ഡയറക്റ്റ് ആയിട്ട് 2 കവികളെ കുറിച്ചും നസറിൽ നിന്നൊരു ചോദ്യവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ കവിത, അവൻ ഇന്നലെ ടെക്സ്റ്റ് പുസ്തകത്തിൽ വന്നത് ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. ഇനി മൗദൂഅ കിതാബ് ഖലായ അശ്അറുൽ മുആസിർ ലിനാസിഖിൽ മലായിക. അപ്പോൾ മോഡേൺ പീരീഡിൽ നിന്ന് താരതമ്യേന കൂടുതൽ പ്രാധാന്യത്തോടു കൂടി സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കുന്ന രീതിയാണ്. അവിടുന്ന് ആകെ ഒരു ചോദ്യമാണ് ഡയറക്റ്റ് ആയി ചോദിച്ചിട്ടുള്ളത്. അത് ഈ ഒരു ചോദ്യമാണ്. ഓക്കെ, നാസിഖുൽ മലായിക്കയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യവും നോക്കൂ നിങ്ങൾ. അല്ലെ, നാസിഖുൽ മലായിക്കയെ കുറിച്ച് എന്തെല്ലാം പോയിന്റ്സ് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അവരുടെ കവിതാ സമാഹാരങ്ങൾ, അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഈ ഒരു പുസ്തകം അവരുടേതാണ്, അത് നമ്മൾ പഠിക്കാറുണ്ട്. അവരുടെ ലേഖന സമാഹാരമാണ്, നഖദിയായ ലേഖനമാണ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിലുള്ള വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാണ്. ഒരിക്കലും താരീഖുൽ അദബ് നമ്മൾ അവഗണിക്കല്ല വേണ്ടത്. ഒന്നുകൂടി നമുക്ക് ആഴത്തിൽ പഠിക്കാൻ സാധിക്കുമെങ്കിൽ ആ രൂപത്തിൽ തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ വേണ്ടത്. എങ്കിലേ നമുക്ക് നെഗറ്റീവ് വരാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് അടിക്കും. അപ്പോൾ ഷിയാറുൽ ഹുറിന്റെ ആളായത് കൊണ്ട് എന്തായിരുന്നാലും ഇതാരും തെറ്റിച്ചിട്ടുണ്ടാവുകയില്ല. അഷ്യാറുൽ ഹുർ വമാ യതഅല്ലഖു ബിഹി, അതാണ് അവരുടെ ഈ ഒരു ഖലായ അഷ്യാറുൽ മുആസിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ഇതൊരു നഖദിയായ ഗ്രന്ഥവും കൂടിയാണ്. നാസിഖ് മലായിക്കയുടെ കാലഘട്ടം അറിയുന്നവർ വേഗം ടൈപ്പ് ചെയ്ത് വിടാം. ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് അവർ ജീവിച്ചിട്ടുള്ളത്? 1923 മുതൽ 2007 വരെയാണ് നാസിഖുൽ മലായിക്ക ജീവിച്ചിട്ടുള്ളത്. അവരുടെ പ്രസിദ്ധമായ കൃതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1947 രചിക്കപ്പെട്ട ഖസീദയാണ് അൽ കോളറ, അല്ലെ? ആദ്യത്തെ ഷിയാറുൽ ഹുറിലെ കവിത എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവരാണ് റായിദത്തു അഷ്അറുൽ ഹുർ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, അവർക്ക് അവരുടെ ദീവാൻ ആഷിഖത്തുൽ ലൈലി, ഷലായ വറമാദ്, ഖറാറത്തുൽ മൗജ, ഷജറത്തുൽ ഖമർ തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെയാണ് അവരുടെ പ്രസിദ്ധമായ കൃതികൾ. പിന്നെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ, അതിലിപ്പോ ഖലായ അഷ്അറുൽ മുആസിർ, സൈക്കോളജിയത്തുൽ ഷിഅർ എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ, ചിലത് പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ നമ്മൾ അറിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, പരമാവധി വായിക്കാം. ശരി, ഇനി അടുത്തത് മഹ്ജർ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം. ഇഖ്തർ അസ്സഹീഹ് മിന തസ്രീഹാത്തി താലിയ.
താഴെ കൊടുത്തതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്, താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അറാബിത്തത്തുൽ ഖലമിയ അതിന്റെ ഒഫീഷ്യലി ആയിട്ടുള്ള നിർമ്മാണം നടന്നത്, അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോ അത് ശരിക്ക് അതിന്റെ നിർമ്മാണത്തിന്റെ ആലോചന നടന്നത് ഏത് വർഷമാണ്? ആലോചന നടന്നത് ഏത് വർഷമാണ്? ഫിക്ര, അതെ, 1916 16 ആരംഭിച്ചു അതിനെ കുറിച്ചുള്ള ചിന്ത. പക്ഷെ 4 വർഷങ്ങൾക്ക് ശേഷമാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടാക്കിയിട്ടുള്ളത്. 4 വർഷങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ 1920 ഉണ്ടാക്കിയത്. പിന്നെ അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ നമുക്കറിയാം, ജുബ്രാൻ, ഖലീൽ ജുബ്രാൻ. അതുപോലെ തന്നെ ഈ ഒരു പിന്നെ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? മിഖായിൽ നുഐമ, ഈലിയ അബു മാലി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് റാബിത്തത്തുൽ ഖലമിയയുടെ എന്താണ് ഒരു പത്രമുണ്ടായിരുന്നു, ഒഫീഷ്യൽ പത്രം. അതേതാണ്? അതെ, അസ്സായിഹാണ് അല്ലെ, മജല്ലത്തു സായിഹ്. മജല്ലത്തു സായിഹ് ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മജല്ലത്തു സായിഹ് ആരാണ്? ഓക്കെ, അബ്ദുൽ മസീഹ് ഹദ്ദാദ്. അബ്ദുൽ മസീഹ് ഹദ്ദാദ് ആണ് മജല്ല അസ്സായിഹിന്റെ ആള്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി ആണ്. തഅസ്സസ അറാബിത്തത്തുൽ ഖലമിയ റസ്മിയൻ ആം 1920 ഫി ന്യൂയോർക്ക്. ന്യൂയോർക്കിലാണ് 1920 റാബിത്തത്തുൽ ഖലമിയ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം. അപ്പോൾ ലിറ്ററേച്ചറിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വന്ന ചോദ്യങ്ങൾ ഓരോ ഭാഗത്തു നിന്നും ഏകദേശം വന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. സ്പെയിൻ ലിറ്ററേച്ചർ അല്ലാത്ത ഏരിയയിൽ നിന്നൊക്കെ ഏകദേശം ചോദിച്ചിട്ടുണ്ട്. ഇനി അദബുൽ അറബി അൽ ഹിന്ദി ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലൈസ മിൻ അൻവാഇൽ ഖയാൽ അൽ അദബി, നഖദിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഖയാലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഖയാലിന്റെ 3 ഇനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. കഴിഞ്ഞ UP എക്സാമിന് ഈ ഒരു ചോദ്യം വേറെ രൂപത്തിലൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു ഇത് ഏതൊക്കെയാണ് ആ 3 ഇനങ്ങൾ എന്നുള്ളത്. അപ്പൊ ഇവിടെ അതിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, എല്ലാവരും കൂടെ ടൈപ്പ് ചെയ്തതുപോലെ. അപ്പൊ ബാക്കി 3 എണ്ണം, അൽ ഖയാലു തഅലീഫി, അതേപോലെ അൽ ഖയാലുൽ മുബ്തക്കിർ, അൽ ഖയാലുൽ മൂഹി, ഇങ്ങനെ 3 എണ്ണമാണ് ഖയാലിന്റെ ഇനങ്ങളായി വരുന്നത്. അപ്പോ അനാസിറുൽ അദബ് എന്ന് പറയുന്ന ഏരിയ, അതിലിപ്പോ അനാസിറുൽ അദബ് നമുക്കറിയാം 4 എണ്ണമാണ്. ആത്തിഫത്ത്, ഖയാല്, മഅനി, ഉസ്ലൂബ്. ഇവ 4മാണ് ഒരു സാഹിത്യത്തിനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് അനാസിറുൽ അദബ്. ഇത് ക്ലാസിക്കലായി പറയപ്പെട്ടിട്ടുള്ള 4 എലമെന്റ്സ് ആണ്, 4 ഘടകങ്ങളാണ്. അതില് ആത്തിഫത്ത് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഉൻസുറുൻ ഹാമുൻ ഫിൽ അദബ് യംനഹുൽ അദബ അൽ ഖുലൂദ് തകൂനുൽ ഹാജ ഇലൈഹ അശദ്ദു മിൻ അയ്യി ഉൻസുറിൻ ആഖർ. പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്, 3 കാര്യങ്ങളാണ് ആത്തിഫയുമായി ബന്ധപ്പെട്ട്. പിന്നെ അൽ ഖയാലു സലാസത്തു അൻവാ, അതാണ് ഇപ്പൊ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ആത്തിഫത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനം ഖയാൽ, ഭാവനയാണ്. ഈ ഖയാല് 3 രൂപത്തിലാണ് ഖയാൽ ഉള്ളത്, ഭാവന. ഏതൊക്കെയാണ് ആ 3 എണ്ണം? അൽ ഖയാലുൽ മുബ്തക്കിർ ഹുവല്ലദി യഖ്താറു അനാസിറഹു മിൻ ബൈനി തജാറുബി അസ്സാബിഖ. അവിടെ ഭാവനയെക്കാളും പ്രീവിയസ് എക്സ്പീരിയൻസിന് അനുസൃതമായിട്ട് എന്ത് ചെയ്യുക, ഒരു പിന്നെ കവിക്ക് വരുന്ന ഭാവന, പ്രീവിയസ് എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും ആ ഒരു ഭാവന ഉണ്ടാവുക. ഓക്കെ, സ്വന്തമായ ഭാവനയേക്കാൾ അവിടെ ഒന്നുകൂടെ പ്രീവിയസ് എക്സ്പീരിയൻസിലൂടെ ലഭിക്കുന്ന ഭാവന, അതിനാണെന്ന് പറയുന്നത് അൽ ഖയാലുൽ മുബ്തക്കിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൽ ഖയാലു തഅലീഫി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലി അന്നഹു തുഅല്ലഫു ബൈന മനാദിറ മുഖ്തലിഫ, വ്യത്യസ്ത ചിന്താധാരകളിൽ നിന്ന് കിട്ടുന്നത്, എന്ന് വെച്ചാൽ തിയറികളിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് ലഭിക്കുന്ന പിന്നെ ഭാവനകൾക്കാണ്
അൽ ഖയാലു തഅലീഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അൽ ഖയാലുൽ മൂഹി അല്ലദി യഖൂമു അലാ ഇദ്റാക്കി ജമാലിൽ അഷ്യാ വ അസ്റാറിഹ എന്നാണ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നത്. എന്നുവെച്ചാൽ ഓരോ വസ്തുക്കളുടെയും ജമാലിലേക്ക് നോക്കി അല്ലെങ്കിൽ അതിന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെക്കുറിച്ച് വരുന്ന ഒരു കവിക്ക് വരുന്ന ഭാവന. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തുന്ന ഭാവന, അതിനാണ് അൽ ഖയാലുൽ മൂഹി എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണമാണ് ഒരു ഖയാലിന്റെ ഇനമായി വരുന്നത്. അപ്പോൾ അൽ ഖയാലുൽ മുബ്തക്കിർ, അൽ ഖയാലു തഅലീഫി, അൽ ഖയാലുൽ മൂഹി, ഇവ മൂന്നുമാണ് ഖയാലിന്റെ 3 ഇനങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ. ഇവിടെ ഒരു വരി കവിതയാണ് നൽകിയിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ ബഹറാണ് ചോദിച്ചത്. ബഹറു ഹാദൽ ബൈത്ത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അല്ലെ. ഇവിടെ ഇപ്പോൾ അത് ഇമ്രുൽ ഖൈസിന്റെ വരിയാണെന്ന് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ പിന്നെ ചൊല്ലി നോക്കിയാലും ആൻസറിലേക്ക് പോവാം. കാരണം തൊവീൽ എന്ന ബഹറിലായതുകൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും അറിയും അല്ലെ. തൊവീലിന്റെ വസ്ന ഏതാണ്? തൊവീൽ എന്ന ബഹറിന്റെ വസ്ന ഏതാണ്? തൊവീൽ ഫഊലുൻ മഫാഇലുൻ എന്നുള്ളതാണ് അല്ലെ. ഫഊലുൻ മഫാഇലുൻ. തൊവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലു അല അയ്യുഹൽ ലൈലു ത്വവീലു അലഞ്ചലി ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻക ബിഅംസലി. ഇനി ഇതേ വരിയുടെ ആദ്യ വരി അതാണ് ഇപ്പോൾ ചോദിച്ചത്. ഇതൊന്നും ഇപ്പോൾ ആരും എന്തായാലും തെറ്റിച്ചിട്ടുണ്ടാവില്ല. ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയുടെ ആദ്യ വരിയാണ് ബഹറു ത്വവീൽ ഖൈഫാ നബ്കി മിൻ ദിക്റ ഹബീബിൻ വമൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. ശരി, നെക്സ്റ്റ് വൺ. അപ്പൊ അതും നമുക്ക് ആ 2 ചോദ്യങ്ങളും എന്തായിരുന്നാലും നമുക്ക് ജാഹിലി ലിറ്ററേച്ചറുമായി ബന്ധപ്പെടുത്തിയിട്ടും പറയാം. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു, ബലാഗയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വലൈലിൻ കമൗജിൽ ബഹരി അർഖാ സുദൂലഹു അലയ്യ ബി അൻവാഇൽ ഹുമൂമി ലിയബ്തലി. ഒരുപാട് തവണ നമ്മൾ ബലാഗയുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ശരിക്കും ചോദ്യം തെറ്റാണ്. ഇവിടെ തശ്ബീഹു ഫിൽ ബൈത്തി തംസീലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തംസീലി അല്ല, വൈറു തംസീലിയാണ്. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ എന്തായിരുന്നാലും ഈ തംസീലി എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തെരഞ്ഞെടുക്കാവുന്നത് തംസീലി ആവുമ്പോൾ അതിന്റെ വജ്ഹു ശബ്ഹ് എന്തായിരിക്കും? സൂറത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് തംസീലി ആവുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ ഓപ്ഷൻ എ തെരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാതിരിക്കുന്നതാണ് ബെറ്റർ അല്ലെ. ഇനി അതല്ല, തെറ്റിയ ആളുകൾക്ക് എന്തായിരുന്നാലും ചാലഞ്ച് ചെയ്യാവുന്നതുമാണ്. കാരണം അത് കൃത്യമായിട്ട് ബലാഗയുടെ പാഠഭാഗത്ത് ഗൈറു തംസീൽ എന്ത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഉദാഹരണമാണത്. അപ്പോ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് അവിടെ ഒരു ചെറിയ എന്താണ് പറയുക ധാരണ പിശക് വന്നതോ അല്ലെങ്കിൽ മാറിപ്പോയതോ ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത് വൈറു തംസീലിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. കാരണം അത്തശ്ബീഹു ഫിൽ ബൈത്തി ഗൈറു തംസീലി ലി അന്ന വജ്ഹ ശബ്ഹ് ഗൈറു സൂറ എന്നുള്ളതാണ് ശരിക്ക്. കാരണം സൂറത്തല്ല ഇവിടെ. വജ്ഹു ശബ്ഹ് മുഫ്രദായ ഒരു കാര്യമാണ്, മുറക്കബായ കാര്യമല്ല. ഇത് ശരിക്ക് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? ഇതിപ്പോ മുമ്പും പല എക്സാമുകൾക്കും ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിപ്പോ സെറ്റിന് ചോദിച്ച ചോദ്യമാണ്. വലൈലിൻ കമൗജിൽ ബഹരി അർഖാ സുദൂലഹു അലയ്യ ബി അൻവാഇൽ ഹുമൂമി ലിയബ്തലി. എന്നിട്ട് അത്തശ്ബീഹു ഹുന കൃത്യമായിട്ട് അവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ചോദ്യം ഇടേണ്ടത്. അവിടെ അത്തശ്ബീഹ് ഹുന ഗൈറു തംസീലി ലിഅന്ന വജ്ഹ ശബ്ഹി കലിമ മുഫ്രദ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ അൽ ലൈലു കമൗജിൽ ബഹർ എന്നുള്ളതാണ് ഇവിടുത്തെ തശ്ബീഹ് എന്ന് പറയുന്നത്. രാത്രി മൗജുൽ ബഹറിനെ പോലെയാണ്. അപ്പോ രാത്രി എന്ന് പറയുന്നത് ഇരുട്ടാണ്. അതേപോലെ തന്നെ ഇമ്രുൽ ഖൈസിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക്
പേടിയാണ്, കാരണം ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ രാവിലെ ആയി കിട്ടൂല, അതുകൊണ്ട് രാത്രി ആവുന്നത് ഇദ്ദേഹത്തിന് പേടിയാണ്. ഏതുപോലെ? മൗജുൽ ബഹറിനെ പോലെ തന്നെ. മൗജുൽ ബഹറും ഇരുട്ടാണ്, അതേപോലെ തന്നെ പേടിയാണ്. അപ്പൊ അല്ലൈലു കമൗജുൽ ബഹരി ഫിർ റൗഅതി അല്ലെങ്കിൽ ഫിൽ ദുൽമതി എന്ന ഒരു മുഫ്രദായ കാര്യമാണ് അവിടുത്തെ വജ്ഹു ശബ്ഹായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗൈറു തംസീലിക്കുള്ള മിസാലാണ് ശരിക്ക്. ചോദ്യം അങ്ങനെ വന്നതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇപ്പോൾ അവിടെ ആൻസർ ആയി വരിക. പക്ഷെ അത് ആരുടെങ്കിലും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവാം, അതേപോലെ തന്നെ തെറ്റിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിരുന്നാലും ചാലഞ്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇപ്പൊ പാഠഭാഗത്ത് ഇങ്ങനെ ബുഹ്തുരി പറഞ്ഞ വാചകവും അതേപോലെ ഇമ്രുൽ ഖൈസ് പറഞ്ഞ വാചകവും ഇത് രണ്ടുമാണ് അവിടെ എടുത്തു കൊടുത്തത്. എന്നിട്ട് ആ രണ്ട് ഉദാഹരണം കൊടുത്തിട്ട് അവിടെ അവ രണ്ടും കൊണ്ട് ഉദ്ദേശിച്ച എന്താണെന്ന് താഴെ ബഹസിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? കാരണം അവിടെ ഹുവ ബഹറുൻ എന്നാണ് ഒന്നാമത്തേതിലുള്ള തഷ്ബീഹ്. അപ്പൊ ഹുവ കൽ ബഹരി എന്ന് താല്പര്യം എന്തില്? ഫിസ് സമാഹി അല്ലെങ്കിൽ ഫിൽ ജൂദി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ വജുഹു ഷബഹ് എന്താണ്? മുഫ്രദായ കാര്യമാണ്. അതുകൊണ്ട് അത് ഗൈറു തംസീലിയാണ് എന്നാണ് ആദ്യം പറയുന്നത്. അതേപോലെ തന്നെയാണ് അല്ലൈലു കമൗജുൽ ബഹർ എന്ന് പറയുന്നിടത്ത് അവിടുത്തെ വജുഹു ഷബഹ് എന്ന് പറയുന്നത് ഫിൽ ദുൽമതി അല്ലെങ്കിൽ ഫിർ റൗഅതി എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഇത് ഗൈറു തംസീലിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പാഠഭാഗത്ത് ആദ്യത് കൊണ്ടുവന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ ഇനി തംസീലി എന്ന് പറഞ്ഞാൽ അതിന്റെ വജ്ഹു ശബഹ് എന്തായിരിക്കും? ഒരു സൂറത്ത് ആയിരിക്കും. ആ സൂറത്ത് തന്നെ രണ്ട് മുഷബ്ബഹിലും മുഷബ്ബഹ് ബിഹിയിലും ഇങ്ങനെ പരന്നു കിടക്കുന്നതിൽ നിന്ന് ചേർത്ത് വെച്ചാൽ ലഭിക്കുന്ന ഒരു രൂപമായിരിക്കും അതിന്റെ വജ്ഹു ശബഹ് എന്ന് പറയുന്നത്. സൂറത്തുൻ മുൻതസഅത്തുൻ മിൻ മുതഅദ്ദിദിൻ എന്ന് പറയുന്നത് അതാണ്. എന്ന് വെച്ചാൽ ഒരു മുറക്കബായ കാര്യമായിരിക്കും അതിന്റെ വജ്ഹു ശബഹ്. നെക്സ്റ്റ് വൺ, മജാസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ശരിക്കും മജാസിൽ നിന്ന് സിമ്പിൾ ആയ രൂപത്തിലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. മജാസ് എടുത്ത ഭാഗത്ത് വിശദമായി നമ്മൾ ആദ്യം അതിന് ഇൻട്രൊഡക്ഷനിൽ പഠിപ്പിച്ച കാര്യമാണ്. എന്താണ് ഒരു മജാസ് എന്ന് പറയുന്നത്? ഒരു മജാസായി ഒരു പദത്തെ പ്രയോഗിക്കുമ്പോൾ അതിനെന്ത് വേണം? രണ്ട് പ്രധാന നിബന്ധനകളുണ്ട്. അലാഖത്ത്, അതേപോലെ തന്നെ ഖരീനത്ത്. അത് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ അലാഖത്ത് ഒന്നുകിൽ എന്തായിരിക്കും? മുഷാബഹത്തായിരിക്കും, അല്ലെങ്കിൽ ഗൈർ മുഷാബഹയായിരിക്കും. അപ്പോ ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. തക്കൂന് മുഷാബഹ വഗൈർ മുഷാബഹ എന്നുള്ള ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, മജാസുൽ ലുഗവി എന്ന് പറയുമ്പോൾ ഒരു പദത്തെ എന്ത് ചെയ്യാം? മജാസായി പ്രയോഗിക്കാം. അപ്പൊ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? അവിടെ അതിന്റെ പിന്നെ അലാഖത്ത് എന്ന് വെച്ചാൽ യഥാർത്ഥ അർത്ഥവും മജാസിയായ അർത്ഥവും തമ്മിലുള്ള ബന്ധം, അതിനാണ് അലാഖത്ത് എന്ന് പറയുന്നത്. ആ അലാഖത്ത് ഒന്നുകിൽ മുഷാബഹത്തായിരിക്കും. അത് മുഷാബഹത്താവുമ്പോൾ അതിന് നമ്മളൊരു പേര് പറയും. ഇനി ഗൈറുൽ മുഷാബഹയാവുമ്പോൾ അതിനൊരു പേരും പറയും അല്ലെ? അതിനനുസരിച്ചാണ് ഈ മജാസുൽ ലുഗവിയുടെ രണ്ട് ഇനങ്ങൾ തന്നെ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇത് മനസ്സിലാവണം. എന്ന് വെച്ചാൽ ഇസ്തിയാറയും അതേപോലെ തന്നെ മജാസുൽ മുർസലും. അത് രണ്ടും, ഇസ്തിയാറ എന്ന് പറഞ്ഞാൽ അതിന്റെ അലാഖത്ത് എന്തായിരിക്കും? മുഷാബഹത്തായിരിക്കും. ഗൈറുൽ മുഷാബഹ ആണെങ്കിലോ അത് മജാസ് മുർസലുമായിരിക്കും. അപ്പോ ഇപ്പൊ എല്ലാ എക്സാമുകൾക്കും വരുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ മജാസ് പ്രയാസാണോ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചാൽ ഈ ഭാഗത്തുള്ള മാർക്ക് നമുക്ക് എല്ലാ പ്രാവശ്യവും നഷ്ടപ്പെടുക ചെയ്യാം. നേരെ മറിച്ച് എങ്ങനെയെങ്കിലും നമ്മളത് പഠിക്കാൻ ശ്രമിച്ചാൽ സിമ്പിളാണ്, ആ ഭാഗത്തുള്ള മാർക്ക് നമുക്ക് നഷ്ടപ്പെടൂല. അപ്പൊ മജാസുൽ ലുഗവി എന്ന് പറഞ്ഞാൽ ഹുവ അൽ ലഫ്ദുൽ മുസ്തഅമൽ ഫീ ഗൈരി മാ വദിഅ ലഹു ലി അലാഖ മഅ ഖരീനത്തിൻ തുംനഉ ഇറാദത്തുൽ മഅന അൽ ഹഖീഖി വൽ അലാഖത്തു മാ ബൈനൽ മഅന അൽ ഹഖീഖി വൽ മഅന അൽ മജാസി ഖദ് തകൂനു അൽ മുശാബഹ ഔ ഗൈർ അൽ മുശാബഹ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഒരു പദത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് വെക്കപ്പെട്ടതല്ലാത്ത അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണ്. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വേണം? മജാസായി പ്രയോഗിക്കുമ്പോൾ ഒരു കരീനത്ത് കൂടെ അവിടെ ഉണ്ടാവണം. കരീനത്ത് എന്ന് വെച്ചാൽ യഥാർത്ഥ അർത്ഥത്തെ തൊട്ട് തടയുന്ന ഒരു വാചകം. അത് ചിലപ്പോൾ ലഫ്ലി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹാലി ആയിട്ടായിരിക്കും ഉണ്ടാവാം. അവസ്ഥയെന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കി തരാം. ഏതുപോലെ നമ്മളിപ്പോ തഷ്ബീഹ് നമ്മൾ പഠിക്കുന്നുണ്ട്. തഷ്ബീഹിൽ നമ്മൾ ഒരാളെ
എന്ത് ചെയ്യാണ് അയാളെ നല്ല സൗന്ദര്യത്തിൽ അയാള് ചന്ദ്രനെ പോലെ എന്ന് നമ്മൾ പറയാണ്. അപ്പൊ ഹുവ കൽഖമരി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ ഉപമിക്കാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അയാൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ നമ്മൾ അടുത്ത ആളോട് പറയാണ്, എന്താ പറയുന്നത്, നോക്കൂ ഒരു ഖമർ അതാ വരുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിനാണ് മജാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അയാൾ ഖമറിനെ പോലെ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, നേരെ മറിച്ച് ഖമർ എന്ന പേര് അയാൾക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതിപ്പോ ഈ വരുന്ന ആളെയാണ് അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന്. നേരെ മറിച്ച് ഇനിയിപ്പോ ഒരാളെ എന്താ പറയണത്, ഞാൻ എന്നൊരു ഖമറിനെ കണ്ടു, യംഷി ഫിഷാരിയ എന്ന് വേറൊരാളോട് പറയാണ്, റോഡിലൂടെ നടക്കുന്ന ഒരു ഖമറിനെ ഞാൻ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായി എന്ത്, അതിപ്പോ ആകാശത്തുള്ള ഖമറല്ല. കാരണം എന്താ, യംഷി ഫിഷാരിയ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് കരീനത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥ അർത്ഥത്തിലല്ല അവിടെ ആ ഖമർ എന്ന് പ്രയോഗിച്ചത് എന്ന് മനസ്സിലാക്കി തരുന്ന കരീനത്ത്. ഓക്കെ, ഇനിയോ അങ്ങനെ നമ്മൾ പറയാൻ ഒരു കാരണം ഉണ്ടാവും. ഞാനൊരു ഖമറിനെ കണ്ടു അല്ലെങ്കിൽ ഖമറതാ വരുന്നു എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം എന്താ, ഖമർ തിളങ്ങുന്നതാണ്. അതേപോലെ നല്ല സൗന്ദര്യമുള്ള ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു യുവതിയെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഹുവ കൽഖമരി അല്ലെങ്കിൽ ഹിയ കൽഖമരി എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ആ രണ്ട് അർത്ഥവും, എന്ന് വെച്ചാൽ യഥാർത്ഥ അർത്ഥവും മജാസിയായ അർത്ഥവും തമ്മിലുള്ള ബന്ധം, അലാഖത്ത്, അതെന്താണ്, മുഷാബഹത്താണ്. അങ്ങനെ മുഷാബഹത്താണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇസ്തിആറ എന്ന് പറയും. ചിലപ്പോ ഇതേപോലെ മജാസായി പ്രയോഗിക്കുന്നതിന് എന്താവൂല, ബന്ധം മുഷാബഹത്താവൂല, മറിച്ച് ഗൈറുൽ മുഷാബഹയായിരിക്കും. ഏതുപോലെ, ഇപ്പൊ നമ്മള് ഒരു പ്രയോഗം നടത്താന്ന് വിചാരിച്ചോളി, ഒരാൾ നന്നായിട്ട് തിന്നാണ്, നന്നായി തിന്നുന്ന ആളാണെങ്കിൽ അയാളെ കുറിച്ച് പറയാണ്, അയാള് ഒരു ചെമ്പ് തന്നെ ഒന്നായിട്ട് തിന്നും എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും അതൊരു മജാസിയായ പ്രയോഗമാണ്. ഒരു ചെമ്പ് ഒന്നായിട്ടൊന്നും അയാൾ തിന്നില്ല, മറിച്ച് സാധാരണ എല്ലാവരും തിന്നുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ അയാൾ ഭക്ഷിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അയാൾ നന്നായിട്ട് ഭക്ഷിക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ അവിടെയുള്ള ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഇതേപോലെ മുഷാബഹത്തായിട്ടല്ല അവിടെ പറയാൻ പറ്റുക, മറിച്ച് അവിടുത്തെ അലാഖത്ത് നമ്മൾ പറയാൻ എന്താന്ന് വെച്ചാൽ പിന്നെ ജുസ് ആണ് അവിടെ ശരിക്കും പറയേണ്ടത്. ഒരു ഭാഗം അയാൾ തിന്നുന്നു ചെമ്പിൽ നിന്ന് എന്ന് പറയേണ്ടതിന് പകരമായിട്ട് കുല്ലാണ് അവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ചെമ്പൊന്നായിട്ട് തിന്നും എന്നാണ് പറയുന്നത്. അപ്പൊ അതും ഇതേപോലെ മജാസ് ആയിട്ടുള്ള പ്രയോഗമാണ്. അപ്പൊ അവിടെ പറഞ്ഞത് എന്താണ്, കുല്ലാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന്റെ അലാഖത്ത് കുല്ലിയത്താണ്. ഇതേപോലെ അലാഖത്ത് മുഷാബഹത്തല്ലാതെ വരുമ്പോ അതിന്റെ ബന്ധം ഇതേപോലെ ഒന്നുകിൽ കുല്ലിയത്തായിരിക്കും, അല്ലെങ്കിൽ കുല്ല് ഉദ്ദേശിച്ചു ജുസ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം, അപ്പൊ ജുസ്ഇയ്യത്തായിരിക്കും. അങ്ങനെ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് അതിന്റെ ആ ഒരു അലാഖത്ത് വരികയാണ് ചെയ്യുക. ഓക്കെ, ശരി. ഇവിടെ നോക്കൂ, റഅയ്തു അസദൻ എന്നിപ്പോ ഒരാൾ പറയാൻ, യഹ്മിലു സൈഫഹു എന്ന് പറഞ്ഞു ഫിൽ മഅറക. അപ്പൊ അവിടെ ഞാൻ ഒരു അസദിനെ കണ്ടു എന്ന് പറയുമ്പോൾ അതിപ്പോ ഏത് അസദും ആവാം അല്ലെ, യഥാർത്ഥ അസദാവാം. പക്ഷെ അവിടെ യഹ്മിലു സൈഫഹു എന്ന് കേൾക്കുന്നതോട് കൂടി മനസ്സിലായി അത് യഥാർത്ഥ അസദല്ല എന്നുള്ളത് മനസ്സിലായി. വാള് ചുമക്കുന്ന എന്നുള്ളത് വന്നതോടുകൂടി അത് അവിടുത്തെ കരീനത്താണ്. അപ്പൊ അതവിടെ മജാസായി പ്രയോഗിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലായി. ഇനിയോ ഇവിടെ അസദിനോടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരാളെ ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, അസദ് നല്ല ധീരതയുടെ പ്രതീകമായിട്ട് സാധാരണ പറയുന്നതാണ്. ആ അസദിനോട് ഒരു മനുഷ്യനെ ഉപമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള അലാഖത്തവിടെ നമുക്ക് പറയാൻ പറ്റും ഹുവ കൽ അസദി, എന്തില് ഫിൽ ഖുവ്വാനോ അല്ലെങ്കിൽ ഫിൽ ഷജാഅത്തി എന്നോ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അവർ തമ്മിലുള്ള അലാഖത്ത് എന്താണ്, അവിടെ മുഷാബഹത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇസ്തിആറ എന്ന് പറയുന്നത്. അതാണ് മജാസുൽ ലുഗവിയിലെ ഒരിനം. അപ്പൊ അലാഖത്ത് മുഷാബഹത്തായി വരുന്ന രൂപം അതാണ്. ഇനി ഗൈറുൽ മുഷാബഹയായി വരുന്ന രൂപം ഏതുപോലെ, അർസലൽ ജയ്ഷു ഐനൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ അർസലൽ ജയ്ഷു, സൈന്യം അയച്ചു, ആരെ, ഐനൻ, ഒരു ഐനെ അയച്ചു എന്ന് പറയാം. അപ്പൊ അവിടെ ഐൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണ് എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ കണ്ണല്ല ഉദ്ദേശം, മറിച്ച് കണ്ണ് എന്നുള്ളത് ഒരു ആളുടെ ജുസ് ആണ്
എന്ന് വെച്ചാൽ അവിടെ ജാസൂസിനെ അയച്ചു എന്ന അർത്ഥത്തിലാണത് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? അർസല എന്ന പദമാണ്. അല്ലെ, കണ്ണിനെ നമുക്ക് ഒരിക്കലും അയക്കാൻ കഴിയില്ല, മറിച്ച് ഒരു ജാസൂസിനെയാണ് അയക്കാൻ പറ്റുക, ഒരു ചാരനെയാണ് അയക്കാൻ പറ്റുക. അപ്പോ അവിടെയോ ഈ കണ്ണും അതേപോലെ തന്നെ ജാസൂസും തമ്മിലുള്ള അലാഖത്ത്, അൽ ഐനു കൽ ജാസൂസി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാലോ ആ കണ്ണും ഈ ഐനും തമ്മിൽ, കണ്ണും പിന്നെ ഈ ജാസൂസും തമ്മിലൊരു ബന്ധമുണ്ട് താനും. അതെന്താണ്? ഒരു ജാസൂസിന് ഏറ്റവും അധികം ഉണ്ടാവേണ്ടതാണ് നല്ലൊരു കണ്ണെന്ന് പറയുന്നത്. അപ്പോ ആ കണ്ണ് ഈ ജാസൂസിന്റെ ഒരു ജുസ് ആണ്. അപ്പൊ ആ ജുസ് പറയാതെ അവിടെ എന്ത് പറഞ്ഞു? അല്ല, കുല്ല് പറയാതെ അവിടെ ഒരു ജുസ് മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ അലാഖത്ത് ജുസ്ഇയ്യത്താണ്. ഇതേപോലെ എപ്പോഴും മജാസ് മുർസല് അലാഖത്ത് മുഷാബഹത്താവൂല, ഗൈറു മുഷാബഹയായിരിക്കും. അതിലെന്താണോ പറഞ്ഞത് അതായിരിക്കും അവിടുത്തെ അലാഖത്തായിട്ട് പരിഗണിക്കുക. അപ്പൊ അത് ഏതൊക്കെ വരാം? ഒന്നുകിൽ സബബിയ, അല്ലെങ്കിൽ മുസബ്ബബിയ, ജുസ്ഇയ, കുല്ലിയ, ഇഅ്തിബാറു മാ കാന, ഇഅ്തിബാറു മാ സയകൂൻ, അൽ മഹല്ലിയ, അൽ ഹാലിയ. ഇത്രയും അലാഖത്തുകളാണ് മജാസുൽ മുർസലിൽ വരാറുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓർത്തു പോകാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അടുത്ത എക്സാമിന് നമ്മൾ നോക്കേണ്ട ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ വേഗം നിങ്ങൾ നോക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്താനാണ് ഇത് പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ ഏരിയയിൽ നിന്നും ഒരു ചോദ്യം വന്നു അല്ലെ, അതാണ് അടുത്ത ചോദ്യം. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇതായിരുന്നു അടുത്ത ചോദ്യം. അലാഖത്തുൽ മജാസുൽ മുർസൽ ഫിൽ ആയ. മജാസ് മുർസലില് ഇവിടുത്തെ അലാഖത്ത് എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ ഫബശ്ശർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു, ബിഗുലാമിൻ, ഒരു കുട്ടിയെക്കൊള്ള. എങ്ങനെയുള്ള? ഹലീം, ഹലീമായ കുട്ടിയെക്കൊള്ള. അപ്പോ ജനിക്കുമ്പോ തന്നെ ഒരു കുട്ടി ഒരിക്കലും ഹലീം ആവൂല, അല്ലെ, വിവേകിയാവുകയില്ല. പിന്നെയോ പിന്നീട് ആയിത്തീരും. അപ്പൊ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥ അർത്ഥവും ഈ ഒരു മജാസിയായ അർത്ഥവും തമ്മിലുള്ള ബന്ധം അത് മുഷാബഹ അല്ല, വൈറുൽ മുഷാബഹയാണ്. ആ വൈറുൽ മുഷാബഹ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആയിത്തീരും എന്നതിനെ പരിഗണിച്ചാണ്. യാത്തിബാറുമാ യക്കൂൻ. ഓക്കെ, യാത്തിബാറുമാ യക്കൂൻ. ഇതൊന്നും ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം. അൻത തദ്രിബു ഫി ഹദീദിൻ ബാരിദ്. സമയം കുറച്ചായിട്ടുണ്ട്, എന്നാലും ഞാൻ ഈ ഉദ്ദേശിച്ച ഭാഗം തീർത്തിട്ടേ ഞാൻ നിർത്തുള്ളൂ കേട്ടോ. ആവശ്യക്കാർക്കൊക്കെ പോകാം, കാരണം നമുക്ക് മുമ്പിൽ സമയം കുറവാണ്. ഇന്ന് തന്നെ മറ്റൊരു ഡിസ്കഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് പരമാവധി സമയം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ശരി. അൻത തദ്രിബു ഫി ഹദീദിൻ ബാരിദ്, അല്ലെ, ഇസ്തിയാറ തംസീലിയൊക്കെ നമ്മൾ വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരാള് എന്ത് ചെയ്യാണ്, ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? PSC ഒക്കെ കിട്ടി, ക്ലാസ്സിലേക്ക് ആദ്യ ദിവസം തന്നെ പോയി. അവിടെ ആ കുട്ടികളെ അങ്ങനെ പണിപ്പെട്ട് പഠിപ്പിക്കുകയാണ്. എത്ര പഠിപ്പിച്ചിട്ടും കുട്ടികൾക്ക് മനസ്സിലാവില്ല. എന്നാലും നിങ്ങൾ അവിടെ അങ്ങനെ അധ്വാനിക്കുന്നത് വേറൊരു മാഷ് അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. മൂപ്പർക്കാണെങ്കിൽ ആ കുട്ടികളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പൊ അയാൾ പിന്നെ നിങ്ങൾ സ്റ്റാഫ് റൂം വരുന്ന സമയത്ത് പറയുന്ന ഒരു വാചകമാണെന്ന് വിചാരിച്ചു, അൻത തദ്രിബു ഫി ഹദീദിൻ ബാരിദ്. നീ അടിക്കുന്നത് തണുത്ത ഒരു ഇരുമ്പിലാണ്. അല്ലെ, ഇരുമ്പ് പാകമായി വരണമെങ്കിൽ, അല്ലെ, അത് വളയണമെങ്കിൽ, അതല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ രൂപത്തിലേക്ക് അത് ആവണമെങ്കിൽ എന്ത് വേണം? അല്ലെ, കൊല്ലന്മാർ നന്നായിട്ട് ചൂടാക്കും, എങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. എന്നതുപോലെ നമ്മളൊരു പണിയെടുക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാവണമെങ്കിൽ ആ രൂപത്തിൽ പരുവപ്പെട്ട കുട്ടികളാവണം. യാതൊരു മുഖമില്ലാത്ത കുട്ടികളോട് ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നീ ചെയ്യുന്ന ആ പ്രവർത്തനം ഏതിന് സമമാണ്? തണുത്ത ഇരുമ്പിൽ അടിക്കുന്നതിന് സമമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നീ ചെയ്യുന്ന ഈ പ്രവർത്തനം എന്നൊന്നും അവിടെ പറയുന്നില്ല, മറിച്ച് രണ്ടാം ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അഥവാ മുഷബ്ബഹ് ബിഹി മാത്രമാണ് പറയുന്നത്, മുഷബ്ബഹിനെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു വാചകം തന്നെ ഇതേപോലെ ഇസ്തിയാറയായി അല്ലെങ്കിൽ മജാസായി പ്രയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇസ്തിയാറ തംസീലിയ എന്ന് പറയുന്നത്. സാധാരണ പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ ഇതേ രൂപത്തിലാണ് ഉപയോഗിക്കാറുള്ളത്, അല്ലെ, പഴഞ്ചൊല്ലുകളൊക്കെ. എന്നുവെച്ചാൽ അവിടെ എന്ത് ചെയ്യും? നമ്മള് മുഷബ്ബഹ് ബിഹി ആയിട്ടുള്ള കാര്യമായിരിക്കും അവിടെ പറയാം. മുഷബ്ബഹിനെ അവിടെ പറയാറില്ല. മുഷബ്ബഹ് എന്തായിരിക്കും? അവിടെ എന്താണോ
സംഗതി നടന്നത്, അതായിരിക്കും ഇവിടുത്തെ മുഷബ്ബഹ് അല്ലെ. അപ്പോ ഒരു ആളിങ്ങനെ സൗന്ദര്യമുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ പറയാണ് അതാ ഖമർ അതാ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുഷബ്ബഹ് ബിഹി മാത്രമാണ് പറയുന്നത്, മുഷബ്ബഹിനെ പറയുന്നില്ല. ഇങ്ങനെ മുഷബ്ബഹ് അല്ലെങ്കിൽ മുഷബ്ബഹ് ബിഹി ഏതെങ്കിലും ഒന്ന് മാത്രമാണ് മജാസിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഇസ്തിയാറയിൽ ഉണ്ടാവുക. അതേപോലെ ഒരു വാചകം മുഴുവനായിട്ട് ഒരു തെർക്കീബ് തന്നെ എന്ത് ചെയ്യുക, ഇതേപോലെ എന്ത് ചെയ്യാണ് ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതിനാണ് ഇസ്തിയാറ തംസീലിയ എന്ന് പറയുന്നത്. അപ്പോ ഇസ്തിയാറത്ത് തംസീലിയ എന്ന് പറഞ്ഞാൽ തെർക്കീബുൻ ഉസ്തുഅമില ഫി ഗൈരി മാ വുദിഅ ലഹു, അതിന് യഥാർത്ഥ ഒരു അർത്ഥമുണ്ട് അല്ലെ. അപ്പൊ അൻത തദ്രിബു ഫി ഹദീദിൻ ബാരിദ് എന്ന് പറഞ്ഞാൽ നീ തണുത്ത ഇരുമ്പിലാണ് നീ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥത്തിലല്ലത് എന്ത് ചെയ്യണത് സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ളത്. ചൊല്ലുകളൊക്കെ പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ പ്രയോഗിക്കാറുള്ളത് വേറെ ഒരു ആശയത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ പ്രയോഗിക്കുക. അതാണ് ഫി ഗൈരി മാ വുദിഅ ലഹു, അതിന് വെക്കപ്പെട്ടതല്ലാത്ത അർത്ഥത്തിൽ ഉപയോഗിക്കുക. ലി അലാഖത്തിൽ മുഷാബഹ, അവിടെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ബന്ധം എന്തായിരിക്കും, മുഷാബഹത്തായിരിക്കും. നീ ചെയ്യുന്ന ഈ പ്രവർത്തനം ഇതുപോലെയാണ് എന്ന് അവിടെ ശരിക്കും തഷ്ബീഹ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ ബന്ധം എന്ന് പറയുന്നത്. അലാഖത്ത് മുഷാബഹത്തായിരിക്കും. മഅ കരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തി മാനാഹുൽ അസ്ലി, സ്വാഭാവികമായിട്ടും നമ്മൾ ആ പറയുന്നത് സാഹചര്യത്തിലൊത്തായിരിക്കും പറയാ. അപ്പൊ കരീനത്ത് അവിടെ എന്തായിരിക്കും, പിന്നെ ഹാലിയത്തായിരിക്കും. അപ്പോ യഥാർത്ഥ അർത്ഥത്തെ തൊട്ട് തടയുന്ന ഒരു കരീനത്തോടു കൂടി ഇതേ രൂപത്തിൽ ഒരു വാചകം പ്രയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഇസ്തിയാറ തംസീലിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം കിനായയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ജാഅ ഹാദിമുൽ ലദ്ദാത്തി വമഫ്രിഖുൽ ജമാഅത്ത്, ഹാദിഹിൽ ഇബാറ മിസാലുൻ ലി. സമയം വൈകിയത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ ജാഅ ഹാദിമുൽ ലദ്ദാത്ത് വമഫ്രിഖുൽ ജമാഅത്ത്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യത്തെ മറച്ചു വെച്ചിട്ടാണ് അതിന്റെ അനുബന്ധമായ മറ്റൊരു കാര്യം പറയുന്നത്, അതിനാണ് കിനായ എന്ന് പറയുന്നത്. പക്ഷെ മജാസിൽ നിന്ന് ഇതിനെ വ്യതിരിക്തമാക്കുന്നത്, മജാസിൽ യഥാർത്ഥ അർത്ഥം ഒരിക്കലും ഉദ്ദേശിക്കാൻ പറ്റൂല, കാരണം അവിടെ കരീനത്ത് ഉണ്ടാവും. എന്നാൽ കിനായയായി പ്രയോഗിക്കുമ്പോൾ അവിടെ കരീനത്ത് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടർത്ഥവും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉദ്ദേശിക്കാം. ഇവിടെ ഇപ്പോ ജാഅ ഹാദിമുൽ ലദ്ദാത്തി വ മഫ്രിഖുൽ ജമാഅത്ത് എന്ന് അങ്ങനെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനർത്ഥം വെക്കാം, അങ്ങനെ ഉദ്ദേശിക്കാം. കാരണം അവിടെ അതിനെ പിന്നെ തടയുന്ന യഥാർത്ഥ അർത്ഥത്തെ തുടരുന്ന വേറെ കരീനത്തൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ്, മരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശം. എല്ലാവിധ സുഖാസ്വാദനങ്ങളെയും തകർക്കുന്ന, അതുപോലെ തന്നെ പിന്നെ ഐക്യത്തെ തകർക്കുന്ന കാര്യം വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രവാചകർ ഹദീസിൽ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ മരണത്തെ നന്നായി ഓർക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രവാചകർ പറഞ്ഞതാണ്. എല്ലാവിധ ആസ്വാദനങ്ങളെയും സുഖങ്ങളെയും പെട്ടെന്ന് തന്നെ തകർക്കുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന് പ്രവാചകർ പറഞ്ഞു. അപ്പൊ ഇവിടെ ഉദ്ദേശം എന്താണ്, മരണമാണ്. ഇനി കിനായ മൂന്ന് രൂപത്തിലുണ്ട്. ചിലപ്പോൾ അതെന്തായിരിക്കും, ഏതെങ്കിലും ഒരു വിശേഷണത്തെ ആയിരിക്കും മറച്ചു വെക്കുക, ചിലപ്പോഴോ വിശേഷത്തെയായിരിക്കും മറച്ചു വെക്കുക, ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടതിനെയായിരിക്കും മറച്ചു വെക്കുക. കിനായ അൻ സിഫ, കിനായ അൻ മൗസൂഫ്, കിനായ അൻ നിസ്ബ, അങ്ങനെ 3 ഇനങ്ങളാണുള്ളത്. അതിലിപ്പോ കിനായ അൻ സിഫ എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് അയാൾ നല്ല ഉദാരവാനാണ് എന്ന് പറയുന്നതിന് പകരമായിട്ട് സ്വഹറിനെ സംബന്ധിച്ച് ഹൻസാ പറഞ്ഞല്ലോ, അയാളുടെ വീട്ടിൽ ഒരുപാട് ചാരമുണ്ടാവാറുണ്ട്, വെണ്ണീരുണ്ടാവാറുണ്ട്. അപ്പോ ധാരാളം വെണ്ണീരുള്ള ആളാണ്. കസീറുർ റമാദ് എന്നതിന്റെ താല്പര്യം എന്താണ്, അയാളുടെ വീട്ടിൽ ഒരുപാട് വിറക് കത്തിച്ചാലാണ് സ്വാഭാവികമായിട്ടും ഒരുപാട് വെണ്ണീരുണ്ടാവുക. വിറക് വെറുതെ കത്തിക്കൂല, ഒരുപാട് പാചകം ചെയ്യാണ്ടാവുമ്പോഴാണ് വിറക് കത്തിക്കുക. പാചകം വെറുതെ ചെയ്യൂല, മറിച്ച് ഒരുപാട് ആളുകളെ ഭക്ഷിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവുമ്പോഴാണ് അങ്ങനെ ചെയ്യുക. അപ്പോ ഒരുപാട് ആളുകളെ ഭക്ഷിപ്പിക്കുന്ന ഒരു ജവാദാണ് അദ്ദേഹം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ ജവാദ് എന്ന സിഫത്തിനെ അവിടെ മറച്ചു വെച്ചു. എന്നിട്ട് അതിന്റെ അനുബന്ധമായ ഒരു കാര്യം കസീറുർ റമാദ് എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ മൗസൂഫിനെയാണ് മറച്ചു വെച്ചത്. മൗസൂഫ് ഏതാണ്, മൗത്താണ്. ആ മൗത്തിന്റെ അനുബന്ധമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ
കിനായ അൻ മൗസൂഫ് എന്നുവെച്ചാൽ കിനായ അനിൽ മൗത്ത്, മൗത്തിനെ മറച്ചു വെച്ച് അതിന്റെ അനുബന്ധമായ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനാണ് കിനായ എന്ന് പറയുന്നത്. അപ്പോ കിനായ എന്ന് പറഞ്ഞാൽ ലഫ്ലുൻ ഉത്ലിഖ, ഒരു പദം പറയപ്പെടുക, ഉരീദ ബിഹി ലാസിമ മഅനാഹു, അതിന്റെ അനുബന്ധ അർത്ഥമായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുക. മഅ ജവാസി ഇറാദത്തിൽ മഅന അൽ ഹഖീഖി, എന്നാലോ അവിടെ യഥാർത്ഥ അർത്ഥം അവിടെ ഉദ്ദേശിക്കുകയും ചെയ്യാം. അതിന് വിരോധമല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ എന്തില്ല, ഖരീനത്തില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കുന്നത് കൊണ്ട് വിരോധവുമില്ല. അടുത്ത ചോദ്യം, ലാ യജിബുൽ വസ്ൽ ബൈനൽ ജുംലത്തൈൻ, രണ്ട് ജുംലകൾക്കിടയിൽ വസ്ല് ചെയ്യൽ നിർബന്ധമില്ല. ഏതാണ്, ഏത് സന്ദർഭത്തിലാണ് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, തെറ്റി. അതേപോലെ ഒരുപാട് ആളുകൾ ഒഴിവാക്കിയ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കാവുന്ന സമയത്ത് പറയാറുള്ളതാണ്, ഇൽമുൽ മആനിയിൽ സാധാരണ അങ്ങനെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ വരാറില്ല. അത് സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വരാറുള്ളൂ. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ നമ്മൾ സിലബസ് പറഞ്ഞപ്പോൾ അതിൽ ഇൽമുൽ മആനി ശരിക്കും കൊടുത്തിട്ടല്ല ഈ ഒരു LP UP സിലബസിൽ. അപ്പൊ എന്നാലും നമ്മൾ പരമാവധി ഓരോ ഏരിയകളും സിലബസിൽ ഇല്ലാത്തതായാലും സാധാരണ ചോദിക്കുന്ന ഏരിയകളൊക്കെ നോക്കിയിട്ട് പറയാറുണ്ട്. അതിലിപ്പോ ഫസലും വസലും അതുമായി ഇതുവരെ വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫസല് അല്ലെങ്കിൽ വസല് എന്ന രൂപത്തിലുള്ള പ്രാഥമികമായ ചോദ്യം, അതിന്റെ താരീഫ് ചോദിച്ചതായിട്ട് മുമ്പ് ഒരു ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതായാലും ലാ യജിബുൽ വസ്ലു, വസ്ല് നിർബന്ധമില്ല ബൈനൽ ജുംലത്തൈൻ, രണ്ട് ജുംലകൾക്കിടയിൽ എന്നാണ്. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം വസ്ല് നിർബന്ധമായ സന്ദർഭങ്ങളാണ്. അവസാനത്തേത് ഓപ്ഷൻ ഡി, അതാണ് ഇപ്പൊ അവിടെ ആൻസർ ആയി വരുന്നത്. അവിടെ നിർബന്ധമില്ലാത്ത സന്ദർഭവുമാണ്. എന്ന് വെച്ചാൽ അവിടെ ഫസ്ലാണ് വേണ്ടത്. അതിൽ ഫസ്ലാണ് ഇപ്പൊ നമ്മൾ ഈ ഫസ്ലും വസ്ലും പറയുന്നിടത്ത് ആദ്യം തന്നെ പറയാറുള്ളത് ഫസ്ലാണ്. നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിലൊക്കെ ആദ്യം തന്നെ കൊടുത്തത് അതാണ്. എന്ന് വെച്ചാൽ ഫസ്ല് വസ്ല് എന്ന് പറഞ്ഞല്ല, വസ്സല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേർത്തി എന്നാണ് അർത്ഥം. അപ്പോ രണ്ട് ജുംലകൾ തമ്മിൽ ചേർക്കുന്നതിനാണ് വസ്ല് എന്ന് പറയുന്നത്. അൽ വസ്ലു അത്ഫു ജുംലത്തിൻ അലാ ഉഖറ ബിൽ വാവ്, ഒരു ജുംലയെ മറ്റൊരു ജുംലയിലേക്ക് വാവ് ഉപയോഗിച്ചുകൊണ്ട് ചേർക്കുന്നതിനാണ് വസ്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ വൽ ഫസ്ലു, ഫസ്ല് എന്ന് പറഞ്ഞാൽ തർക്കു ഹാദൽ അത്ഫ്, ഈ അത്ഫിനെ ഉപേക്ഷിക്കുന്നതിന്റെ പേരാണ് ഫസ്ല് എന്ന് പറയുന്നത്. വെച്ചാൽ വാവിനെ ഒഴിവാക്കുന്നത്. അപ്പോ അതിന് പ്രത്യേകമായ ഘട്ടങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ഫസ്ല് ചെയ്യാനും വസ്ല് ചെയ്യാനും പ്രത്യേകം ഘട്ടങ്ങളുണ്ട്. അതാണ് വലിക്കുല്ലി മിനൽ വസ്ലി വൽ ഫസ്ലി മവാദിഉ ഖാസ്സ, പ്രത്യേകമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. അതില് ഫസ്ല് പറയുന്ന ഭാഗത്ത് ആദ്യം തന്നെ ഫസ്ലാണ് അതിൽ പറയാം. ഫസ്ലില് യജിബുൽ ഫസ്ലു ബൈനൽ ജുംലത്തൈനി ഫി സലാസത്തി മവാദിഅ, മൂന്ന് സന്ദർഭങ്ങളാണ് ഫസ്ലിനുള്ളത്. അതേപോലെ തന്നെയാണ് വസ്ലിനും. വസ്ലിനും ഫസലിനും മൂന്ന് സന്ദർഭങ്ങളാണുള്ളത് ചേർക്കാൻ. അതില് ഫസലിൻ്റെത് പറയുമ്പോൾ എന്ന് വെച്ചാൽ വേർപ്പെടുത്തേണ്ട ഘട്ടങ്ങൾ മൂന്നെണ്ണമാണ്. അതേപോലെ ചേർക്കുന്ന ഘട്ടങ്ങളും മൂന്നെണ്ണമാണ്. ഫസലിൽ ഒന്നാമത്തേത് ഐ യകൂന ബൈനഹുമ ഇത്തിഹാദുൻ താമുൻ, എന്ന് വെച്ചാൽ രണ്ട് ജുംലകളെ വേർപ്പെടുത്തൽ നിർബന്ധമായ ഘട്ടം എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ഇത്തിഹാദുൻ താമുൻ, ആ രണ്ട് ജുംലകളും പരസ്പരം യോജിപ്പുണ്ട് എങ്കിൽ, കമാലുൽ ഇത്തിസാൽ എന്നും പറയും അതിന്, പൂർണ്ണമായ യോജിപ്പ്. പൂർണ്ണമായ യോജിപ്പ് രണ്ട് ജുംലകൾക്കിടയിൽ ഉണ്ടെങ്കിൽ ആ ജുംലയെ ചേർക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവിടെ അത്ഫ് പാടില്ല എന്നർത്ഥം. അപ്പൊ അതില് പൂർണ്ണമായ യോജിപ്പായി വരുമ്പോൾ ഈ രണ്ട് ജുംലകളും തമ്മിൽ മൂന്ന് രൂപത്തിലാണ് വരാൻ സാധ്യത. അതിലൊന്ന് എന്തായിരിക്കും, ഒന്ന് തൗക്കീദായിട്ട് വരും. ഒന്നാമത്തെ ജുംലയുടെ തൗക്കീദായിട്ടായിരിക്കും രണ്ടാമത്തെ ജുംല വരിക. രണ്ടാമത്തെ ജുംല ഒന്നാം ജുംലയുടെ തൗക്കീദായിട്ടായിരിക്കും വരിക. അതാണ് തൗക്കീദൻ ലിൽ ഊല. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി കണ്ടോ, അതാണ്. എന്നുവെച്ചാൽ ഫസല് നിർബന്ധമാവുന്നതിൽ ഒന്നാമത്തത് കമാലുൽ ഇത്തിസ്വാൽ ആണ് നമ്മൾ പറഞ്ഞു. രണ്ട് ജുംലകളും പരസ്പരം യോജിപ്പുണ്ടായിരിക്കും, പൂർണ്ണമായ യോജിപ്പ്. അപ്പൊ അതില് ഒന്നാമത്തെ ജുംലയുടെ തൗക്കീദായിട്ടായിരിക്കും ഒന്ന് രണ്ടാമത്തെ ജുംല വരിക. അതാണ് തൗക്കീദൻ ലിൽ ഊല എന്ന് പറഞ്ഞത്. ഇനി അതല്ലെങ്കിലോ ഔ ബയാനൻ ലഹ, അതല്ലെങ്കിൽ അതിന്റെ
ഒന്നാമത്തേതിന്റെ വിശദീകരണമായിട്ടായിരിക്കും രണ്ടാമത്തെ ജുംല വന്നിട്ടുണ്ടാവുക. ഇനി അതല്ല എങ്കിൽ ഔ ബദലം മിൻഹ, രണ്ട് ജുംലകൾക്കിടയിൽ കമാലുൽ ഇത്തിസ്വാല് അഥവാ പൂർണ്ണമായ യോജിപ്പ് വരുന്ന മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഒന്നാമത്തതിന്റെ ബദലായിട്ടായിരിക്കും രണ്ടാമത്തെ ജുംല വരിക. അങ്ങനെയാണെങ്കിലും അവിടെ ഫസ്ല് നിർബന്ധമാണ്. ഇനിയോ വസ്ല് നിർബന്ധമാവുന്ന മൂന്ന് രൂപങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങൾ, അതാണ് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും. എന്ന് വെച്ചാൽ ഒന്നാമത്തത് ഇദാ ഖുസിദ ഇഷ്റാഖുഹുമ ഫിൽ ഹുക്മിൽ യാറാബി, യാറാബിന്റെ ഹുക്മിൽ ആ രണ്ട് ജുംലകളും പരസ്പരം പങ്കാക്കുക. അങ്ങനെ ഇതാ ഖുസിദാൻസൽ ഉദ്ദേശിച്ചാൽ, അങ്ങനെ തുല്യമാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. അപ്പൊ അതിനൊക്കെ ഓരോന്നിനും ഉദാഹരണങ്ങൾ നമുക്ക് മറ്റേ ബലാഗത്തുൽ വാദിഹയിൽ കൊടുത്തതായിട്ട് കാണാം. അപ്പോ അബുൽ അല ഉൽ മാരിയുടെ കവിതയാണ് ഇതിൽ ഒന്നാമതായി കൊടുത്തിട്ടുള്ളത്. ഹുബ്ബുൽ ഐഷി ആബദ കുല്ല ഹുർരിൻ വ അല്ലമ സായിഗൻ അക്ലൽ മുറാറി എന്ന് പറയുന്ന കവിത. അവിടെ ഹുബ്ബുൽ ഐഷി ജീവിതത്തോടുള്ള സ്നേഹം, അത് ആബദ കുല്ല ഹുർരിൻ എല്ലാ സ്വതന്ത്രനെയും അത് എന്ത് ചെയ്യും? അടിമയാക്കി തീർക്കും. അപ്പൊ അവിടെ ആബദ കുല്ല ഹുർരിൻ എന്ന് പറഞ്ഞു. ഇനി വ അല്ലമ സായിഗൻ അക്ലൽ മുറാറി, വ അല്ലമ അത് പഠിപ്പിക്കുകയും ചെയ്യും, സായിഗൻ വിശപ്പുള്ളവന് അക്ലൽ മുറാരി വളരെ കയ്പുള്ളത് പോലും ഭക്ഷിക്കാൻ ഒരാളെന്ത് ചെയ്യും? അത് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം അവിടെ ഹുബ്ബുൽ ഐഷ് എന്ന ഒരു മുബ്തദ പറഞ്ഞു. അതിന്റെ ഖബറായിട്ടുള്ള ആബദ കുല്ല ഹുർരിൻ എന്ന ആദ്യ ഭാഗത്തും പറഞ്ഞു. പിന്നെ അതിനോട് ശേഷം ആ ഖബറിലേക്ക് തന്നെ ചേർക്കാണ് വ അല്ലമ സായിഗൻ അക്ലൽ മുറാരി എന്ന് പറയുന്ന വാചകം. അപ്പൊ അവിടെ എന്ത് ചെയ്തു വെച്ചാൽ യാറാബിൽ ഒന്നാമത്തേതിന്റെ അതേ ഹുക്കുമിലേക്ക് തന്നെ രണ്ടാമത്തേതിനെയും ചേർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വസ്ല് നിർബന്ധമാവുന്ന ഒന്നാമത്തെ ഘട്ടം. പിന്നെ രണ്ടാമത്തേത് ഇദത്തഫഖത ഖബറൻ ഔ ഇൻഷാഅൻ വ കാനത് ബൈനഹുമ മുനാസബതൻ താമൻ എന്ന് വെച്ചാൽ ആ രണ്ട് ജുംലകൾ യോജിക്കുക, എന്തിൽ? ഖബറിലും ഇൻഷായിലും യോജിച്ചു വരിക. വ കാനത് ബൈനഹുമ മുനാസബത്തുൻ താമൻ, പൂർണ്ണമായ യോജിപ്പ് ആ രണ്ട് ജുംലകൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിലും അവിടെ വസ്ല് നിർബന്ധമാണ്. അതിനോട് അനുബന്ധമായിട്ടൊരു കാര്യം കൂടെ അവിടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. വലം യക്കുൻ ഹുനാക സബബുൻ യഖ്തളി അൽ ഫസ്ല ബൈനഹുമ എന്ന് വെച്ചാൽ ആ രണ്ട് ജുംലകളും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാരണവും അവിടെ ഇല്ലതാനും. അങ്ങനെയാണെങ്കിൽ ഈ ഖബറും ഇൻഷാവും എന്ന വിഷയത്തിൽ അവിടെ യോജിച്ച് വരികയും ചെയ്യുകയാണ് എങ്കിൽ അവിടെ വസ്ല് ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ മൂന്നാമത്തത് ഇദഖ്തലഫത ഖബറൻ ഔ ഇൻഷാഅൻ, നേരെ തിരിച്ച് ഖബറിലും ഇൻഷാഇലിന്റെയും വിഷയത്തിൽ ഖബർ ഇൻഷാ എന്ന രൂപത്തിൽ വ്യത്യാസമുണ്ടായി വരിക എന്ന് വെച്ചാൽ ഒന്ന് ഖബറും മറ്റൊന്ന് ഇൻഷാവുമായി വരിക. മറ്റത് അങ്ങനെയല്ല, മറ്റേ രണ്ടും ഖബറായി വരിക അല്ലെങ്കിൽ രണ്ടും ഇൻഷാ ആയി വരിക. അപ്പോഴാണ് അതാണ് ഇദത്തഫഖത ഖബറൻ വ ഇൻഷാ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവിടെ ഇദഖ്തലഫത ഖബറൻ വ ഇൻഷാഅൻ, ഒന്ന് ഖബർ ഒന്ന് ഇൻഷാ എന്ന രൂപത്തിൽ രണ്ടും വ്യത്യാസമായി വരികയാണ്. വ ഔഹമൽ ഫസ്ലു ഖിലാഫൽ മഖ്സൂദി, മാത്രമല്ല അവിടെ ഫസ്ലാക്കി പറഞ്ഞാൽ, വേർപിരിച്ച് പറഞ്ഞാൽ അവിടെ എന്തായും ഉദ്ദേശിച്ചതല്ല ചിലപ്പോൾ തോന്നുക. ഏതുപോലെ ഇപ്പോ സാധാരണ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളിപ്പോ ഒരു ചോദ്യം ചോദിച്ചു, അതിനുള്ള ഒരു മറുപടി പറയാണ്. പക്ഷെ അവിടെ മറുപടി മാത്രം കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയണത് ലാ വ ബാറക്കല്ലാഹു ഫീക എന്ന് മാത്രമാണ് ഒരാൾ കേൾക്കുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടാവും? കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവിടെ ലാ വ ബാറക്കല്ലാഹു ഫീക എന്ന് മറുപടി പറഞ്ഞത് അയാളോട് ഒരാൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത്. എന്താ ചോദിച്ചത്? ഹൽ ലക ഹാജത്തുൻ ഉസാഇദുക ഫീ ഖലാഇഹ, ഞാൻ ആ കാര്യം നിനക്ക് നിർവഹിക്കാൻ വല്ല ഹെൽപ്പും നിനക്ക് ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അയാൾ എന്ത് ചെയ്യണില്ല വ ബാറക്കല്ലാഹു ഫീക എന്ന് പറയുന്നത്. അവിടെ വ എന്ന് പറയാതെ ലാ ബാറക്കല്ലാഹു ഫീക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? തെറ്റിദ്ധാരണ കേൾക്കുന്ന ആൾക്ക് വരും. കാരണം ഇവിടെ ഒന്ന് ലാ എന്നുള്ളത് അവിടെ ഖബറാണ്. പിന്നെ വ ബാറക്കല്ലാഹു ഫീക എന്ന് പറയുന്നതോ അവിടെ ഇൻഷാഇയായ ജുംലയുമാണ്. അപ്പൊ അതിനിടയിൽ ഒരു വാവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ കേൾക്കുന്ന ആൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഖബറും ഇൻഷാവും വ്യത്യാസമുണ്ടായി വരിക, ഒന്ന് ഖബറും ഒന്ന് ഇൻഷായി വരുന്ന ജുംലയാണ് എങ്കിൽ അവിടെയും ഇതേപോലെ എന്ത് വേണം?
വസ്ല് ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് വസ്ലിനുള്ളത്. അതേപോലെ ഫസലിനുമുണ്ട് 3 ഘട്ടങ്ങൾ. അപ്പൊ ഇവിടെ ഫസല് നിർബന്ധമാവുന്ന കാര്യമാണ് ഓപ്ഷൻ ഡി. എന്ന് വെച്ചാൽ വസ്ല് പാടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസറായി വന്നിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം വീണ്ടും ഇൽമുൽ മആനിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ഹാദിഹിൽ ആയത്തു മിസാലുൻ ലി. ഇത് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും ചർച്ച ചെയ്തു പോയ വിഷയമാണ്. ഇതേ ചോദ്യം പല തവണ ചോദിച്ചതാണ് അല്ലെ. സാധാരണ എപ്പോഴും ഇൽമുൽ മആനിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയ വിഷയങ്ങളെ ചോദ്യങ്ങളിൽ വരാറുള്ളൂ. ഓക്കെ, ഇത്നാബിനുള്ള ഉദാഹരണമാണ്. അപ്പൊ ഇത്നാബ് എന്ന് പറയുന്നത് നമുക്കറിയാം സിയാദത്തുൽ ലഫ്ളി അലൽ മഅന ലിഫായിദ എന്ന് വെച്ചാൽ വാചകങ്ങളെക്കാളും കൂടുതലായി, അല്ല ആശയങ്ങളെക്കാളും കൂടുതലായിട്ട് പദങ്ങളെ കൊണ്ടുവരാം. എന്നാൽ അത് വെറുതെ കൊണ്ടുവരുന്നതല്ല, ലിഫായിദ ഒരു ഫായിദക്ക് വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുവരാം. പക്ഷെ ആശയം നോക്കുമ്പോൾ അവിടെ കുറച്ചേ ഉണ്ടാവുള്ളൂ, കൂടുതൽ പദങ്ങൾ ഉണ്ടാവും. ആ ഉദാഹരണം വന്ന പോലെ തന്നെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, മലക്കുകൾ ഇറങ്ങും എന്ന് പറഞ്ഞു. അതിൽ തന്നെ പെട്ട ആളാണ് ആര്? അർ-റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ആശയം നോക്കുമ്പോൾ മലക്കുകൾ ഇറങ്ങുന്നു എന്നുള്ളതേ അവിടെ ഉള്ളൂ. എന്നാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവാണ്. അപ്പോ അദ്ദേഹത്തിനുള്ള സ്ഥാനത്തെ പരിഗണിച്ചാണ് അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആശയം നോക്കുമ്പോൾ അവിടെ കുറച്ചേ ഉള്ളൂ, പക്ഷെ കൂടുതൽ പദങ്ങളെ കൊണ്ടുവന്നു. അതേപോലെ റബ്ബി ഗഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അവിടെ ശരിക്ക് റബ്ബി ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ആളുകളാണ് ആരൊക്കെ? ഞാന്, എന്റെ മാതാപിതാക്കൾ, എന്റെ വീട്ടിൽ മുഅ്മിനും മുഅ്മിനുകളായി പ്രവേശിച്ച ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിൽപ്പെട്ടവരാണ്. അപ്പൊ ആശയം എത്രയേ ഉള്ളൂ അവിടെ? റബ്ബി ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥനയാവുമ്പോൾ അതിൽ ഓരോരുത്തരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ മര്യാദയിൽ അദബിൽപ്പെട്ടതാണ്. അപ്പോ ഫായിദയുണ്ടാവും, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിലും ഇവിടെ ആശയം നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ, കൂടുതൽ പദങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇത്നാബ് എന്ന് പറയുന്നത്. ഈജാസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അവിടെ കുറച്ച് പദങ്ങളെ ഉണ്ടാവുള്ളൂ, കൂടുതൽ ആശയങ്ങളായിരിക്കും കൊണ്ടുവരിക. അടുത്തത് ഇൽമുൽ ബദീഇൽ നിന്നുള്ള ചോദ്യമാണ്. സിമ്പിളായ ചോദ്യങ്ങളാണ് ഇൽമുൽ ബദീഇൽ നിന്ന് വന്നിട്ടുള്ളത്. ഇതൊന്നും ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഓക്കെ, സജഅന്റെ നിർവചനമാണ് തവാഫുഖുൽ ഫാസിലത്തൈനി ഫിൽ ഹർഫിൽ അഖീർ എന്ന് പറഞ്ഞാൽ സജഅന്റെ നിർവചനമാണ്. ഇതൊന്നും ഇപ്പം പറയേണ്ടതില്ല, അത്രമാത്രം നമ്മൾ പല ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ്. തവാഫുഖുൽ ഫാസിലത്തൈൻ വെച്ചാൽ 2 ഫാസിലകൾ യോജിച്ചു വരിക, ഫിൽ ഹർഫിൽ അഖീർ അവസാനത്തെ ഹർഫ്. അപ്പോ ഫാസിലത്ത് വെച്ചാൽ ഓരോ ജുംലയുടെയും അവസാനത്തെ കലിമത്തിനാണ് പറയാം. ഏതുപോലെ ഇവിടെ 3 ജുംലകൾ കൊടുത്തിട്ടുണ്ട്. അൽ ഹുറു ഇദാ വഅദ വഫ വഇദാ അഅന കഫ വഇദാ മലക അഫ. അപ്പൊ അവിടെ വഫ, കഫ, അഫ ഇവയൊക്കെയാണ് ഓരോ ജുംലയുടെയും അവസാനത്തെ കലിമത്ത് എന്ന് പറയുന്നത്. അതിനാണ് ഫാസിലത്ത് എന്ന് പറയാം. അപ്പൊ മിനിമം 2 ഫാസില, അപ്പൊ 2 ജുംല എന്നർത്ഥം. ആ 2 ജുംലയുടെയും അവസാനത്തെ ഈ കലിമത്തിൽ, അവസാനത്തെ കലിമത്തിലെ അവസാനത്തെ ഹർഫ് വെച്ചാൽ ഫ എന്നുള്ളതാണ് അവിടെ അവസാനത്തെ ഹർഫ്. അതിൽ എന്ത് ചെയ്യാം? യോജിച്ചു വരിക. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? സജ്അ എന്ന് പറയുന്നത്. ഓക്കെ, സജ്അ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡി അല്ലേ ആൻസർ? എന്നോ അല്ല, ഡി അല്ലല്ലോ, സജ്അനാണ് ആൻസർ വന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞപ്പോ നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ കഴിഞ്ഞപ്പോ അത് ബിയോ സിയോ ഒക്കെ ആയി വന്നേക്കാം. ഞാനിവിടെ എന്ത് ചെയ്യും, നേരെ പിന്നെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ് നോക്കിയിട്ട് അതിന് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സജ്അ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റല്ല ചെയ്യുക. സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഓപ്ഷനിലുള്ള 4 ഇവിടെ കൊടുക്കും, അതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് അവിടെ കൊടുത്തു എന്ന് മാത്രം. ഇനി ഇന്നമദ്ദുനിയാ ജിദാറുൻ യുരീദു അൻ യൻഖല്ല. ഇത് പിന്നെ ഖുറാനൊക്കെ എടുത്തു നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാവില്ല. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫൊക്കെ ഓതുന്ന ആളുകൾക്ക് ഇതൊരു പ്രയാസം ഉണ്ടാവില്ല, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ. സൂറത്തുൽ കഹ്ഫിൽ വന്ന ഒരു ആയത്തിന്റെ ഭാഗം ഈ വാചകത്തിലുണ്ട്. ഇന്നമദ്ദുനിയാ ജിദാറുൻ, തീർച്ചയായും ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു ജിദാർ, ഒരു മതിൽ മാത്രമാണ്. യുരീദു അൻ യൻഖല്ല, ആ മതില്
വീഴാറായിട്ടുണ്ട്. വീഴാറായ ഒരു മതില് പോലെയാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ എന്നാണ് ഇപ്പോൾ ഇവിടെ ഈ വാചകത്തിലുള്ളത്. അപ്പൊ ഇവിടെ ഇതെന്താണ്? ഇഖ്തിബാസിനുള്ള മിസാലാണ്. കാരണം ജിദാറുൻ യുരീദു അയ്യങ്കല്ല എന്ന് പറഞ്ഞു. ആ വാചകം അതെന്താണ്? വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു കോട്ടിംഗ് ആണ്. സൂറത്തുൽ കഹ്ഫിലെ ഒരു വചനത്തിന്റെ ഭാഗമാണത്. ഇതാണ് ആ വചനം, 77-ാമത്തെ വചനം, സൂറത്തുൽ കഹ്ഫിലെ 77-ാമത്തെ വചനം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖദിർ അലൈഹിസ്സലാമും തമ്മിൽ അവരുടെ ആ യാത്രക്കിടയിലുള്ള സംഭവമാണ് അല്ലെ. അപ്പൊ അതില് فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه. അവിടെ ജിദാറൻ എന്നാണ് അവിടെ ആയത്തിലുള്ളത്. അപ്പൊ നമ്മൾ ഇഖ്തിബാസ് പഠിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ കൂട്ടത്തിൽ പഠിക്കുന്നതാണ്. എന്ത് എന്താണ്? ഇഖ്തിബാസിന്റെ നിർവചനത്തിൽ ഒരു ഭാഗം പ്രത്യേകമായി വരുന്നുണ്ട്. വയജൂസു അൻ യുഗയ്യിറ ഫിൽ അസറിൽ മുഖ്തബസി ഖലീലൻ. ഇങ്ങനെ കോട്ട് ചെയ്യുന്ന കോട്ടഡ് ടെക്സ്റ്റിൽ ചെറിയ മാറ്റങ്ങൾ ആ കോട്ട് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ വരുത്താവുന്നതുമാണ്. അപ്പൊ അതേപോലെ അവിടെ ചെറിയൊരു മാറ്റം വന്നു, ജിദാറുൻ എന്നാക്കി മാറ്റി. ആ ഒരു ഉദാഹരണത്തിൽ ജിദാറൻ എന്നാണ് ഈ ഒരു ഇതിലുള്ളത് എന്ന് മാത്രം. അപ്പോ അവര് എന്ത് ചെയ്തു? പിന്നെ അവർ രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ആ പട്ടണക്കാരുടെ അല്ലെങ്കിൽ രാജ്യക്കാരുടെ അടുക്കൽ ചെന്നപ്പോ അവരിൽ നിന്ന് ഭക്ഷണം ഒന്നും അവർക്ക് കിട്ടിയില്ല. ഭക്ഷണമൊക്കെ ചോദിച്ചു നോക്കി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ കിട്ടാത്ത ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ആര്? മൂസ നബി അലൈഹി സ്വലാമും അതേപോലെ ഖദിർ അലൈഹി സ്വലാമും. പക്ഷെ ആ സമയത്താണ് പിന്നെയും ഖദിർ അലൈഹി സ്വലാം എന്ത് ചെയ്യണത്? അവിടെ ഒരു വീഴാറായ മതിൽ കാണുന്നത്. അത് ആ നിവാസികളുടെ മതിലാണ്. അപ്പൊ അവിടെ പിന്നെ നന്നാക്കാൻ വേണ്ടി നിൽക്കാണ് ആര്? ഖദിർ അലൈഹി സ്വലാം. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യം പിടിക്കണമൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പോ ആ സംഗതി പറയാണ് അവിടെ, ജിദാറൻ യുരീദു അൻ യൻഖല്ല, വീഴാൻ പോകുന്ന ഒരു മതിൽ അവർ അവിടെ കണ്ടെത്തി എന്ന് പറഞ്ഞ ആ പ്രയോഗമാണ് ഇവിടെ ഈ ഒരു ഉദാഹരണത്തിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ അല്ലെ. ഇവിടെ ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ എന്നൊരു കവിതയിൽ അവിടെ പ്രയോഗിച്ചത്. അതേപോലെ തന്നെ അൽ ഗനിയുൽ ജാഹിലു ഹുവ യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഒന്നുകിൽ കവിതയിൽ അല്ലെങ്കിൽ പിന്നെ ഗദ്യത്തിൽ, സംസാരത്തിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഖുർആനിൽ നിന്നാണെന്നൊന്നും പറയാതെ അല്ലെങ്കിൽ ഹദീസിൽ നിന്നാണെന്നൊന്നും പറയാതെ ഒരു ഭാഗം നമ്മുടെ കലാമിൽ ഉൾക്കൊള്ളിക്കുക. അതിനാണ് എന്ത് പറയുന്നത്? ഇഖ്തിബാസ് എന്ന് പറയുന്നത്. അത് ഇൽമുൽ ബദീഇലെ മുഹസ്സിനാത്തുൽ ലഫ്ളിയയിൽ പെട്ടതാണ്. ഇൽമുൽ ബദീഅ് അതില് രണ്ട് ഭാഗങ്ങളാണുള്ളത്, മുഹസ്സിനാത്തുൽ ലഫ്ളിയയും മുഹസ്സിനാത്തുൽ മഅനവിയയും. അതില് മുഹസ്സിനാത്തുൽ ലഫ്ളിയയുമായി ബന്ധപ്പെട്ട രണ്ടിനങ്ങളാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. സജ്ഉം ചോദിച്ചു, ഇഖ്തിബാസും ചോദിച്ചു. ബാക്കിയുള്ള ഓരോ ഇനങ്ങളും നിങ്ങൾ 29-ാം തീയതിയിലെ എക്സാമിന് മുമ്പായിട്ട് ഒന്നുകൂടി എല്ലാം നോക്കി വെക്കുക. എത്ര നമ്മൾ റിവിഷൻ നടത്തിയാലും അതൊരിക്കലും നഷ്ടമാവുകയില്ല എന്ന് തിരിച്ചറിയാം. 2 ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ, അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചോദ്യം, മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ, മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ ഹിയ അത്തഫാഇൽ അൽ അസ്ലിയ ലിബഹർ. ഇതിനാരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ കാമിലും റജ്സും റമലും എല്ലാവർക്കും അറിയും അല്ലെ. പിന്നെ അവിടെ ഇപ്പൊ മുൻസരിഹിന്റെ അവിടെ മാറാനില്ല. പിന്നെ അതെന്താ വെച്ചാൽ ഇത് കൊടുത്ത സ്ഥലങ്ങളിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ, ഇതിന്റെ മറ്റേ എന്താണ് പറയാ, മിഫ്താഹുൽ ബഹർ കൊടുത്ത ഭാഗത്ത് ഓരോ നോട്ടിലും വ്യത്യാസം ഉണ്ടാവും. എന്നുവെച്ചാൽ അവിടെ മഫ്ഊലാത്തു എന്നുള്ളതിന്റെ ഭാഗത്തായിട്ട് ഒന്ന് ഇങ്ങനെ കാണാം, ഫാഇലാത്തു മുഫ്തഇലുൻ, അതേപോലെ തന്നെ മഫ്ഊലാത്തു മുഫ്തഇലുൻ എന്നും കാണാം. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നു, ഇവിടെ ശരിക്കും മുസ്തഫ്ഇലുൻ എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം. ഇസ്തിഅമാലിലുള്ള രൂപമാണ് ഇത് മുഫ്തഇലുൻ എന്ന് പറയുന്ന രൂപം. അതുകൊണ്ടാണ് അതിൽ അങ്ങനെ വരുന്നത് എന്ന് മാത്രം. ഇനിയിപ്പോ ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ കാമിലിൻ്റെതും റജസിൻ്റെതും റബലിൻ്റെതും എന്തായിരുന്നാലും നമുക്കറിയാം അതൊന്നും ഈ രൂപത്തിലല്ല. കാമിലിൻ്റെത് വരുന്നത് മുത്തഫാഇലുൻ എന്നാണ്, റജസിൻ്റെത് വരുന്നത് മുസ്തഫ്ഇലുൻ എന്ന് 6 തവണ വരുന്നതാണ്, റമലിൻ്റെതാണെങ്കിൽ ഫാഇലാത്തുൻ എന്നുമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇതിൽ 60-ൽ ഞാൻ പറഞ്ഞിരുന്നു 16 ബഹറുകളുടെയും വസനുകൾ നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് 2-3 തവണ ഒന്ന് ചൊല്ലി പഠിച്ചാൽ തന്നെ നമുക്കത് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
അവസാനത്തെ ചോദ്യമാണ്. അൽ ഖത്ഉ മിൻ ഡാഷ് ഹുവ തഗ്യീറുൻ യുംകിനു വുഖൂഅഹു ഫി ബൈത്തി അശ്ശഅരി ഹസബ ഇൽമിൽ അറൂദ്. ഖത്അ എന്ന് വെച്ചാൽ അത് താഴെ കൊടുത്തതിൽ ഏതോ ഒന്നിൽപ്പെട്ടതാണ്. അതെന്താണ്? ഹുവ തഗ്യീറുൻ, അത് മാറ്റമാണ്. യുംകിനു വുഖൂഅഹു ഫി ബൈത്തി അശ്ശഅർ, കവിതയിൽ വരുന്ന മാറ്റമാണ്, കവിതകൾക്കിടയിൽ സംഭവിക്കുന്ന മാറ്റമാണ്. എന്തനുസരിച്ച്? ഇൽമുൽ അറൂദിലെ നിയമം അനുസരിച്ചുകൊണ്ട്. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ, അൽ ഇലലു ബിൻ നഖസ്. അപ്പൊ നമ്മൾ അസ്സിഹാഫാത്തു വൽ ഇലൽ എന്ന് പറയുന്ന ഒരു ഏരിയ വിശദമായി തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൽമുൽ അറൂദിന്റെ 4ാമത്തെ വീഡിയോയുടെ അവസാനം. ആ 4ാമത്തെ വീഡിയോ ഏകദേശം ഫുള്ളായിട്ട് നമ്മൾ സിഹാഫാത്തും ഇലലുമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഓരോന്നും വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഇല്ലത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. സിഹാഫും ഇല്ലത്തും എന്ന് പറഞ്ഞാൽ കവിതയിൽ കവികൾ വരുത്തുന്ന മാറ്റങ്ങൾക്കാണ് പറയാം, ചെറിയ മാറ്റങ്ങൾക്ക്. ഏതുപോലെ സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മള് ത്വവീൽ എന്ന ബഹറിന്റെ പൂർണ്ണമായ രൂപം നമുക്കറിയാം. ഫഊലുൻ മഫാഈലുൻ എന്ന് 4 തവണ വരലാണ്. ഫഊലുൻ മഫാഈലുൻ, ഫഊലുൻ മഫാഈലുൻ, ഫഊലുൻ മഫാഈലുൻ, ഫഊലുൻ മഫാഈലുൻ. അപ്പോ ഒരു കവി കവിത രചിക്കുന്ന സമയത്ത് അതേപോലെ പൂർണ്ണമായി രചിക്കുകയാണെങ്കിൽ അത് അതേ രൂപത്തിലായി മാറും. എന്നാൽ ചിലപ്പോഴത്തെയും ചെറിയ ചില മാറ്റങ്ങൾ വരുത്തും. ഏതുപോലെ? ഇപ്പൊ ത്വവീൽ എന്ന ബഹർ പൂർണ്ണമായ രൂപം അങ്ങനെയാണെങ്കിലും അത് ഇസ്തിഅമാലിൽ സാധാരണ പ്രയോഗിക്കാറുള്ളത് ഫഊലുൻ മഫാഈലുൻ, ഫഊലുൻ മഫാഇലുൻ എന്നേ പ്രയോഗിക്കാറുള്ളൂ. ആ അവസാന ഭാഗത്തോടെ മഫാഈലുൻ എന്ന് പറയില്ല, മറിച്ച് മഫാഇലുൻ എന്നേ പ്രയോഗിക്കുള്ളൂ. അപ്പൊ അവിടെ ആ ഈ എന്ന് പറയുന്ന 5ാമത്തെ സാക്കിനെ കളയും. അങ്ങനെയാണ് അത് ഉപയോഗിക്കുക. ഇതേപോലെ ചില ഹർഫുകളെ എന്ത് ചെയ്യും? ചിലപ്പോ കളയും, ചിലപ്പോൾ 2 ഹർഫുകളെ കളയും. അതേപോലെ ചിലപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യും, 1ഓ 2ഓ ഹർഫുകൾ ചിലപ്പോൾ കൂട്ടിക്കൊടുക്കും. ഇതിന് ഓരോന്നിനും വ്യത്യസ്ത പേരുകളാണുള്ളത്. കളയുന്നതിന് മിക്കവാറും കളയലായിരിക്കും ഏതിൽ വരും? സിഹാഫിൽ വരിക. ഇല്ലത്താവുമ്പോ അതിൽ കളയലും വരും, കൂടലും വരും, കുറയലും കൂടലും വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അത് മാത്രം ജസ്റ്റ് പറയാം. ഇല്ലത്ത് 2 രൂപത്തിലുണ്ട്. ഒന്ന് കൂടി വരുന്ന രൂപം, മറ്റൊന്ന് കുറഞ്ഞു വരുന്ന രൂപം. അഥവാ ഇലലു സിയാദയും ഇലലു നഖസും ഉണ്ട്. ഇലലു സിയാദ, ഇലലു നഖസ്. അതിൽ ഇലലു നഖസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ വന്നത്. അതിലെപ്പെട്ട ഒരു ഇനമാണത്. നമ്മൾ പറഞ്ഞു ഒന്നുകിൽ കൂടുക അല്ലെങ്കിൽ കുറവ് വരിക. ഇതാണ് ഇപ്പൊ ഇതിൽ 2ലും ഉണ്ടാവുക, സിഹാഫിലും ഇല്ലത്തിലും ഉണ്ടാവുക. അതില് അറൂല് ലൊറബ് എന്ന 2 ഭാഗം നമുക്കറിയാം. എന്ന് വെച്ചാൽ സ്വദറിന്റെ അവസാനത്തെ ജുസ് ആണ് അറൂല്, അതേപോലെ അജസിന്റെ അവസാനത്തെ ജുസ് ആണ് ലൊറബ്. ഇവ 2ലും മാത്രം സംഭവിക്കുന്ന ഇനമാണ് ഇത് ഇല്ലത്ത് എന്ന് പറയുന്നത്. ആ ഇല്ലത്ത് ഒന്നുകിൽ ലഫ്ലുകൾ കൂടി വരും അല്ലെങ്കിൽ കുറഞ്ഞു വരും. കൂടി വരുന്നതിനാണ് ഇലലു സിയാദ എന്ന് പറയുന്നത്. അത് കുറച്ച് ഇനങ്ങൾ, 3 ഇനങ്ങളാണുള്ളത്. ഇലലു നഖസ് എന്ന് പറയുന്നതോ 10 ഇനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഇനമാണ് ഇപ്പൊ ആ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്, ഇലലു നഖസ്. അതിൽപ്പെട്ട എന്താണ് ഇത്? അൽ ഖത്അ. അതാണ് ഇപ്പോൾ ചോദിച്ചത്. 4ാമത്തെ ഇനമായി നമ്മളവിടെ ചർച്ച ചെയ്തിട്ടുള്ള അതേ സ്ലൈഡ് ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുത്തതാണ്. ഹുവ ഹദഫു സാക്കിനിൽ വത്തദൽ മജ്മുഅ മിൻ ആഖിരിൽ ജുസ്ഇ വ ഇസ്കാനി മാ ഖബ്ലഹു. നമുക്കിപ്പോ വത്തദ് മജ്മുഅ എന്ത് എന്നുള്ളത് നമുക്കറിയാം. 3 ഹറഫുകൾ കൂടി ചേർന്ന പദത്തിനാണ് സാധാരണ വത്തദ് മജ്മുഅ എന്ന് പറയാം. ആ വത്തദ് മജ്മുഅന്റെ സാക്കിനെ കളയാം. അതാണ് ഹദഫു സാക്കിനിൽ വത്തദൽ മജ്മുഅ മിൻ ആഖിരിൽ ജുസ്. ഒരു ജുസ്ഇന്റെ അവസാനത്തിൽ നിന്ന് വത്തദ് മജ്മുഅന്റെ സാക്കിനെ കളയാം. എന്നിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ളതിന് എന്ത് ചെയ്യുക? വ ഇസ്കാൻ മാ ഖബ്ലഹു. അതിനെ തൊട്ട് മുമ്പുള്ളതിന് സുക്കൂന് കൊടുക്കുക. ഏതുപോലെ? ഫാഇലുൻ. നോക്കൂ നിങ്ങൾ, ഫാഇലുൻ. അവിടെ ഇപ്പോ ഫാഇലുൻ എന്നുള്ളതിൽ ഇലുൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ വത്തദ് മജ്മുഅ. ആ വത്തദ് മജ്മുഅന്റെ സാക്കിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നൂനാണ്. ആ നൂനെ കളഞ്ഞു. എന്നിട്ട് അതിന് തൊട്ട് മുമ്പുള്ള അപ്പൊ എന്തായിരിക്കും? ലു എന്നായിരിക്കും ഉണ്ടാവുക. അതിന് സുക്കൂനും ആക്കുക. അപ്പൊ ഫാഇൽ എന്നായി മാറി. അതിനാണ് അൽ ഖത്അ എന്ന് പറയുന്നത്. ഇനി മുസ്തഫ്ഇലുൻ എന്നുള്ള എടുക്കുകയാണെങ്കിൽ അതിൽ അതിന്റെ അവസാനത്തെ വത്തദ് മജ്മുഅ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇലുൻ എന്നുള്ളതാണ്.
ആ ഇലുൻ എന്നുള്ളതിന് അവസാനത്തെ സാക്കിനെ കളഞ്ഞു, നൂനെ കളഞ്ഞു. എന്നിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള ലാമ് അവിടെ ലു എന്നാണ്, അതിനെന്താക്കി മാറ്റി? സുക്കൂനാക്കി മാറ്റി. അപ്പൊ മുസ്തഫ്ഇൽ എന്നായി മാറി. ഇതിനാണ് എന്ത് പറയുന്നത്? ഖത്അ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നും നമ്മൾ ആ പിന്നെ എന്താണ് പറയാ, സിഹാഫിലും ഇല്ലത്തിലുള്ളത് സംഗതി മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിൽ കുറച്ച് ഇനങ്ങൾ വരുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ഒരു പ്രയാസമായി ഓർത്തു വെക്കാൻ തോന്നുന്നു മാത്രം, എന്നല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയ സംഗതികളൊന്നല്ല. അതിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്ത് അങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിരിക്കും, കാരണം കുറച്ച് ഇനങ്ങൾ വരുന്നത് കൊണ്ട്. എന്നാലും നമുക്ക് ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ ഒരു ഓർഡറൊക്കെ ഉണ്ടാക്കി നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലേക്ക് ഓർത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഏതായാലും ഇത്രയാണ് ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്, എന്നാലും നമ്മൾ ഏകദേശം ഈ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ ഒരു എക്സാം കഴിഞ്ഞാൽ ആ എക്സാമിനെ സംബന്ധിച്ച് പല വിലയിരുത്തലുകൾ വരുമെങ്കിലും ഒന്നും ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം നമ്മുടെ സിലബസ് പറഞ്ഞ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ നമ്മൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പി ജിക്കോ ഈ ഒരു എക്സാമിന് ക്വാളിഫിക്കേഷൻ ആയി പറയപ്പെടുന്ന ഭാഗത്ത് എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരമാവധി നല്ല നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ എക്സാമിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നന്നായി പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാ അടുത്ത എക്സാമിനായിട്ട് നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. അടുത്ത എക്സാമിൽ ഏറ്റവും നല്ല രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനും PSC വഴി ജോലി ലഭിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം വളരെ ആക്റ്റീവായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി കൂടി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്വാഇക്കും വ ഇലാഹുന അത്റുക്കുക്കും ഫി റഅയത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.